പ്രൈസലോ പ്രൈസലോ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. റോയ് പാസ്റ്റർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ബഥേൽ ഗോസ്ബൽ മിനിസ്ട്രീസിനായി സ്തോത്രം. ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ എന്റെ ഓർമ്മയല്ല, ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ 7-ാം ദിവസം അല്ലേ? 7-ാമത്തെ ദിവസം അതോ 8-ആണോ? 7-ാമത്തെ ദിവസം നിങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെ ആയിരിക്കാൻ ദൈവം സാവകാശം ഒരുക്കി. കർത്തൃദാസനെ നാളുകൾക്ക് മുമ്പ് എന്നോട് ഇന്ന് പറഞ്ഞതാണ്. എന്നാല് എന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നു, ഞാനത് കുറിച്ചു വെച്ചില്ല. ഇന്നലെ ദേവദാസൻ റിമൈൻഡ് ചെയ്തപ്പോഴാണ് ഇന്ന് പ്രാർത്ഥനയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നാല് ഇന്ന് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. ഞാൻ ഓടി വന്ന് ആ സൂമിലോട്ട് കയറുകയായിരുന്നു. അതുകൊണ്ട് വർഷിപ്പ് ലീഡ് ചെയ്തതൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ ഒത്തില്ല. ശക്തന്മാരായ ദേവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളോട് ഒന്നിച്ചായിരിക്കുന്നത് എനിക്കും കുടുംബത്തിനും ഒരു വിടുതലായി മാറുവാൻ ദൈവം ഇടയാകട്ടെ. കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഇങ്ങനെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും നിങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ അതിന്റെ വിടുതൽ വലുതാ. ദൈവത്തിന് സ്തോത്രം. ഈ ലൈവിലായിരിക്കുന്ന ഓരോ ദൈവ മക്കളെയും തൊടട്ടെ. ദൈവം തൊടട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓരോ ഭവനങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ഞാൻ ഇന്ന് പകല് സഭയെ ശുശ്രൂഷിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, വരുന്നത് പോലെ ആയിരിക്കരുത് നമ്മൾ ഇറങ്ങുന്നത്. വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഇട്ടേച്ച് ഇറങ്ങി പോകാം. എല്ലാ കാര്യവും ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുത്ത് ഒരു കോൺഫിഡൻസോടെ നമ്മൾ മടങ്ങണം. ഞാൻ ശുശ്രൂഷിക്കുന്നത്, ശ്രദ്ധിച്ചിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ള ദൈവമക്കളാണ് കൂടുതലും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു പ്രസംഗം കേൾക്കാൻ നിങ്ങൾ ആയിരിക്കരുത്. ദൈവം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങണം. ദൈവത്തിന്റെ ദൂതന്മാരിറങ്ങണം. രോഗസൗഖ്യങ്ങൾ നടക്കണം. ദൈവിക പ്രവൃത്തി നടക്കണം. സാധാരണ മണ്ഡലത്തിൽ ദൈവ അഭിഷേകം ചലിക്കണം. ഞാന് ഒരു ദൈവിക എൻകൗണ്ടറിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഒരു ദൈവത്തിന്റെ എൻകൗണ്ടർ ഉണ്ടാകാൻ, ദൈവത്തിന്റെ ശക്തമായ എൻകൗണ്ടർ ഉണ്ടാകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളായിരിക്കുന്ന ഓരോ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി കർത്താവിന്റെ ക്രിയകൾ ചെയ്യുവാൻ. ഈ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം ആകുമ്പോൾ അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ 68 ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇതിങ്ങനെ ലൈവായി പോയിക്കൊണ്ടിരിക്കുക. 100 കണക്കിന് ദൈവമക്കൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുത വിടുതല് കർത്താവ് തുടർന്നുള്ള നിമിഷങ്ങളിൽ ചെയ്യട്ടെ. ഈ 7-ാം ദിവസം ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഈ കുളത്തിലെ വെള്ളം കലങ്ങുമ്പോൾ ആര് വെള്ളത്തിലാണെങ്കിലും അവന് വിടുതല. ഈ ഒരു അന്തരീക്ഷം, ഈ പ്രവർത്തിക്കുന്നത് ദൈവമാ, പക്ഷെ ദൈവം പ്രവർത്തിക്കണ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ഒരു അന്തരീക്ഷം. നമുക്ക് റോഡിൽ കൂടെ വൈദ്യുതി കടന്നു പോകുന്നെങ്കിലും നമ്മുടെ വീട്ടിൽ അത് പ്രയോജനം ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു കണക്ഷൻ നമ്മളിലേക്ക് എടുക്കണം. ചിലർ പറയും 2-3 പേർ അവന്റെ നാമത്തിൽ കൂടി വരുന്നതിന്റെ മധ്യത്തിൽ അവനുണ്ടെന്ന്. അങ്ങനെ അവനുള്ളത് കൊണ്ട് എന്താ പ്രയോജനം? ഞാൻ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. ആ സാന്നിധ്യം നമ്മളിലോട്ട് ഇറങ്ങണം. 100 പേരുള്ള ദൈവമക്കളുടെ മധ്യത്തിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം നമ്മളിലോട്ട് ഇറങ്ങണം. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ നൽകിയ ഒരു വചനം നമുക്ക് വായിച്ച് മുന്നോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപ ലഭിച്ചിരിക്കുന്നു. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഒരാൾക്കല്ല, എല്ലാവരും ചേർന്ന് പറ, നമുക്ക് എല്ലാവർക്കും. ആരെ ഒഴിവാക്കി വിടത്തില്ല കേട്ടോ. ആരെ ഒഴിവാക്കി വിടത്തില്ല. എല്ലാവർക്കും ആ വേടിനെയൊക്കെ കയറി പിടിക്കണം. ആ വേടിനെയൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുക, അസാധാരണ മണ്ഡലത്തിലൊക്കെ ഒന്ന് ചിന്തിക്കാനൊക്കെ കഴിയണേന്ന് നമ്മൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം എന്നോട് ദൈവം പറഞ്ഞു, യോശുവയെ പോലെ ചെയ്യാനൊന്നും ഒത്തില്ലെന്ന് വരും. പക്ഷേ ആ യോശുവ പറഞ്ഞതുപോലെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്ക എന്നൊന്ന് പറയാനൊക്കുവോ? ഒന്ന് പറയാനൊക്കുവോ ദൈവമക്കളെ? ഒന്ന് പറയാനൊക്കുവോ? ഞാൻ കഴിഞ്ഞ ദിവസം പവർ വിഷന്റെ മുഴുരാത്രി പ്രാർത്ഥനയിൽ ഇങ്ങനെ ശുശ്രൂഷിച്ചപ്പോ ചിലപ്പോൾ ഇതിനകത്ത് ചില ദൈവമക്കളെ ശ്രദ്ധിച്ചു കാണും.
ഞാൻ അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ദൈവിക സന്ദേശം പറഞ്ഞപ്പോ ഇങ്ങനെ പറയാനിടയായി. 12 വർഷം രോഗത്തിന്റെ പീഡയിലൂടെ ഇവിടെ കടന്നു പോവുക. 12 വർഷം വേണ്ട, 12 നിമിഷം ഒരു പ്രതിസന്ധി നമുക്ക് അഭിമുഖീകരിക്കാൻ ഒക്കത്തില്ല. 12 ദിവസം ഒക്കത്തില്ലല്ലോ, 12 മാസം ഒക്കത്തില്ലല്ലോ. നമ്മൾ എന്തും വേണ്ടി കാര്യങ്ങൾ ചിന്തിക്കും. പക്ഷെ ഈ സഹോദരി പറയുക, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാ ഞാൻ രക്ഷപ്പെടുവെന്ന്. അപ്പൊ 12 വർഷമായിട്ട് രക്ഷപ്പെടുവെന്നുള്ള ചിന്ത അവളെ വിട്ട് പോയില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ 2025 ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്റെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങും, എന്റെ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളൊക്കെ മാറും. ഞാനിപ്പോ നോക്കി ബീച്ചാ മാത്രം കൈപൊക്കി. ദൈവദാസനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാറുവച്ചാ നമ്മുടെ അവസ്ഥകളെല്ലാം മാറും 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 മാറും. അടുത്തൊരു ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ എവിടൊക്കെയോ ദൈവിക എൻകൗണ്ടർ എനിക്ക് ലഭിച്ചു. എവിടൊക്കെയോ ദൈവത്തിന്റെ സ്പർശനങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നേ. ഇങ്ങനെ നിൽക്കുക. ഈ കഴിവും എടുക്കുകൊണ്ടൊന്നുമല്ല, വിദ്യാഭ്യാസം കൊണ്ടൊന്നുമല്ല, കൈപിടിക്കാൻ കുറെ ഗോഡ് ഫാദേഴ്സ് ഉണ്ടായിട്ടൊന്നുമല്ല. എവിടൊക്കെയോ ദൈവത്തിന്റെ ആ സാന്നിധ്യം കയറി അങ്ങ് പിടിച്ചു നമ്മളെ. വിശ്വസിക്കാമോ? ജ്യോതി രാജ്, വിശ്വസിക്കാമോ സിസ്റ്ററെ? വിശ്വസിക്കാമോ? ദൈവിക എൻകൗണ്ടർ എന്റെ ജീവിതത്തെ മാറ്റുമെന്ന് വിശ്വസിക്കാമോ? ദൈവിക എൻകൗണ്ടർ എന്റെ കുടുംബത്തെ മാറ്റുമെന്ന് വിശ്വസിക്കാം. വ്യക്തിപരമായ ആരെ തൊടല്ലെന്ന ചിന്തയിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. പക്ഷേ മിക്കവാറും വ്യക്തിപരമായി ദൂത് മാറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ കോമൺ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ വ്യക്തിപരമായി ആളുകളെ ഫോക്കസ് ചെയ്യരുതെന്നൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു പ്രൊഫറ്റിക്കൽ ഒരു ഭയങ്കരമായ തെള്ളൽ എന്റെ മേൽ വെളിപ്പെടുന്നുണ്ട്. ഷബന കരമ സിയാന്തനം. അവിടെ ഒരു ദൂത് കേൾക്കാൻ ആരും ഇരിക്കരുത്, വിടുതൽ അനുഭവിക്കാൻ. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം എന്നോടൊരു കാര്യം പറഞ്ഞു, മോനെ, ഇന്ന് ദൈവമക്കൾ അനുഭവിക്കുന്ന 75% രോഗം പിശാചം. ആരും സ്വതന്ത്രം പറയുന്നില്ല. അതൊക്കെ പറയാൻ തന്നെ ഒരു ധൈര്യം വേണം. ഇപ്പൊ ഒരു രോഗമാണെന്ന് എന്റെ അടുത്ത് ഒരാൾ വരുമ്പോഴേ ഞാൻ പറയുന്നത് ബിലിവേഴ്സിൽ ഇന്ന ഡോക്ടർ ഉണ്ടെന്നാ, സായിപ്പിന്റെ ആശുപത്രി ഇന്ന ഡോക്ടർ ഉണ്ടെന്നാ. എത്ര പേർക്ക് മനസ്സിലായി? ഇതിന്റെ പുറകിൽ ഒരു ഇരുളാ നിൽക്കുന്നതെന്ന് പറയാൻ തന്നെ ഒരു കൃപ വേണം. രക്തം ജയമെടുത്ത് കുടഞ്ഞു കളയണം കേട്ടോ. യേശുവിന്റെ നാമത്തിൽ അകാരണമായി വ്യാപരിക്കുന്ന ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അലർജികള്, ദുഷ്ടകെട്ടുകൾ, ആന്തരിക അവയവങ്ങളോട് പോരാടുന്ന, നമ്മുടെ സ്വസ്ഥതയോട് പോരാടുന്ന, നമ്മുടെ സമാധാനത്തോട് പോരാടുന്ന, പിടിച്ച് നമ്മളെ ഒതുക്കുന്ന യേശുവിന്റെ നാമത്തിൽ അസാധാരണ അഭിഷേകം ചലിക്കട്ടെ. അസാധാരണ അഭിഷേകം ചലിക്കട്ടെ. കർത്താവ് വിടുതല് തരുമെന്ന് പറയാൻ തന്നെ ഒരു കൃപ വേണ്ടായോ? അല്ല, കർത്താവിന് ചെയ്യാൻ ഒക്കുമെങ്കിൽ ചെയ്യട്ടെ, കർത്താവ് സഹായിക്കുന്നെങ്കിൽ സഹായിക്കട്ടെ. അതൊക്കെ ഒരു അവിശ്വാസത്തിൽ നിന്ന് വരുന്ന വാക്കാ ദൈവമക്കൾ. അവിശ്വാസത്തിൽ നിന്ന് വരുന്ന. സ്വർഗരാജ്യത്തെ ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുന്നു. ഒന്ന് വിശ്വസിക്ക. ഈ സഹോദരിക്ക് യേശുവിനെ കുറിച്ചൊരു കേട്ടുകേൾവിയേ ഉള്ളൂ. എന്തോ എന്റെ സന്ദേശം ഒന്ന് മാറുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയെ നിൽക്കുന്നവരാ. യേശുവിനെ കുറിച്ചൊരു കേട്ടുകേൾവിയുള്ള സഹോദരി പറയുക, എനിക്ക് വിടുതൽ ഉണ്ടാകുമെന്ന്. അങ്ങനെയെങ്കിൽ വേർതിരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവർക്ക് വിടുതൽ ഉണ്ടാകാതിരിക്കുമോ? എന്റെ സാമ്പത്തികം മാറണമെന്ന് പറ, എന്റെ ആത്മീയം മാറണമെന്ന് പറ, എന്റെ ഭൗതികം മാറണമെന്ന് പറ, ദൈവത്തിന്റെ വിടുതൽ എന്റെ സകല മണ്ഡലങ്ങളിലും വെളിപ്പെടണമെന്ന് പറ. നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ ചലിക്കട്ടെ. ഈ വചനത്തിന്റെ വേട് തന്നെ ദൈവം എന്നോട് പറഞ്ഞു, ഈ നമ്മൾ നിറയുന്നത് പിതാവിന്റെ നിറവിലല്ല, മാതാവിന്റെ നിറവിലല്ല, നമ്മുടെ ജോലിയുടെ നിറവിലല്ല, നമ്മളുടെ എന്തെങ്കിലും ആരോഗ്യത്തിന്റെ നിറവില്ല, ദൈവത്തിന്റെ നിറവിലാ. കൂടെ കയറി വരാൻ ഒക്കുന്നുണ്ടോ? നമ്മുടെ മേലുള്ള വാക്തത്വങ്ങളൊക്കെ നിറവേറുന്നത് നമ്മളിലുള്ള സാധ്യതയിലല്ല, നമ്മളിലുള്ള അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഒരു പ്രോമിസ് നിങ്ങൾക്ക് വന്നാൽ ഒരിക്കലും എത്തിപ്പിടിക്കാൻ ഒക്കാത്തതാണെങ്കിൽ മനസ്സിലാക്കണം, അത് ദൈവികമാണ്. ദൈവത്തിന്റെ ഒരു ദൂത് മാനുഷികമായി ഒരിക്കലും എത്തിപ്പിടിക്കാൻ ഒക്കാത്തതാണെങ്കിൽ അത് ദൈവികമാണ്.
എടാ 100% സാധ്യത ഉള്ളതിന് വേണ്ടി ആർക്കാ പ്രാർത്ഥിക്കാൻ ഒക്കാത്തത്? 50% സാധ്യതയുള്ളവർക്ക് വേണ്ടി കുറെ ഭക്തന്മാർക്കൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷെ 1% പോലും സാധ്യത ഇല്ലാത്തതിന്റെ നടുവിലൊന്നും കയറി നിൽക്കാൻ ദൈവദാസന്മാർ ഒത്തിരി പേരെ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് നിന്നേ, നിങ്ങൾ ബാക്കി കാര്യം ദൈവം ചെയ്തോളും. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, മുന്നേ നിന്നാ മതി, ഞാൻ ചെയ്തോളാം ബാക്കി കാര്യം. രേറ്റത്താല ജയമെടുക്കുന്നു. റമാന ഖമാന ഖദുനി അംബന ഖഡ, നിങ്ങളൊന്ന് നിന്നേ. റമ ഷമാന ഖമാന ഥാനാദിയ. പരിശുദ്ധാത്മാവിനോട് പറ, ചിലരിലൊക്കെ തളർത്തി കളഞ്ഞേക്കുക. ഒന്നും നടക്കുന്നില്ലല്ലോ. ശ്രേഷ്ഠമായത് നടക്കാൻ പോവാ. ശ്രേഷ്ഠമായത് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, പ്രവാചക ശിഷ്യന്റെ തലമുറകളെ കള്ളന്മാര് പിടിച്ചോണ്ട് പോകാൻ വന്നു. അപ്പം ദൈവനോട് പറഞ്ഞു, ഒന്നുകൂടെ വായിക്കടാന്ന് പറഞ്ഞു. പിടിച്ചോണ്ട് പോയോ? ഞാൻ പറഞ്ഞു, ഇല്ല അപ്പച്ച, പിടിച്ചോണ്ട് പോയില്ല, പിടിച്ചോണ്ട് പോകാൻ വന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പച്ച അതെന്താ അങ്ങനെ വരുന്നേ? അപ്പൊ ദൈവം പറഞ്ഞു, നിനക്ക് കാണാനൊക്കത്തില്ല, പക്ഷെ ഞാൻ ഒരു അദൃശ്യ വലയം ഓടിട്ടിട്ടുണ്ട്. ദൈവം എന്നോട് പറഞ്ഞത് ഒരു അദൃശ്യ അതിരിട്ടിട്ടുണ്ടെന്നാ. എത്ര പേർക്ക് മനസ്സിലായി? അവര് അടുത്ത് വരെ വരും കേട്ടോ. ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുക. അടുത്ത് വരെ വരും, നിന്നെ ഭയപ്പെടുത്താൻ അടുത്ത് വരെ വരും. പക്ഷെ നമ്മൾ കാണാത്ത ഒരു അതിരിട്ടിട്ടുണ്ട്. നമ്മൾ ദൈവദാസന്മാരെ, നമുക്കുള്ളതിന് ചുറ്റും ദൈവത്തിന്റെ ഒരു അതിരുണ്ട് കേട്ടോ. ആയുസിനെ എടുത്തു കളയാൻ, ആരോഗ്യത്തെ എടുത്തു കളയാൻ, തലമുറകളെ വഴിത്തലേക്ക് നശിപ്പിക്കാൻ, കരിയാത്ത മുറിവുകൾ ഇടുവാൻ ആവിചാരകന്മാരും മന്ത്രവാദികളും പട്ടണഭൂത ശക്തികളും ദുർഭൂതങ്ങളും ഒന്നിച്ചു വ്യാപരിക്കുമ്പോൾ ഈ നിമിഷങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, നമ്മുടെ കൂടെ അസാധാരണമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അവന്റെ അതിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. പിശാചിനോട് പറ, പോയി പണി നോക്കാൻ പറ. അതരങ്ങൾ ദൈവസന്നിധി ചലിക്കട്ടെ. നാളുകളായി തുറക്കപ്പെടാത്ത നാവ് തുറക്കപ്പെടട്ടെ. നാളുകളായി ചലിക്കാത്ത ശരീരം ആത്മമണ്ഡലത്തിൽ ചലിക്കട്ടെ. ഒരു അസാധാരണ മണ്ഡലത്തിലോട്ട് ദൈവമക്കൾ കയറട്ടെ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഒരു ഭരണി എണ്ണയിലോടുള്ള ശേഷിപ്പ് വരുന്നവരെ നീ എന്താ ഇടപെടാഞ്ഞേ? ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വ്യാഖ്യാനം ഞാൻ പറയാം. വണ്ടി വിറ്റു, ബുദ്ധിമുട്ട് വന്നപ്പോ വണ്ടി വിറ്റു, വീട്ടിലെ ഫർണിച്ചറുകളൊക്കെ വിൽക്കാൻ തുടങ്ങി, ഓരോ സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങി. അവസാനം ഒരു ഭരണി എണ്ണയിൽ ശേഷിച്ചു. ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഇതെല്ലാം ശത്രു ഇറക്കിക്കൊണ്ട് പോവായിരുന്നല്ലോ. അപ്പൊ ദൈവം പറഞ്ഞു, ശത്രു ഇറക്കിക്കൊണ്ട് പോവല്ലടാ, ഇത് എന്റെ പദ്ധതിയാ. ആ വീടൊന്ന് കാലിയാക്കണം, കാരണം എനിക്കൊരു നിറവ് പകരാനുണ്ട്. അതിനകത്തൊരു നിറവ് എനിക്ക് പകരാനുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? ആ വീടിനകത്തൊരു സ്ഥലം ഞാൻ ഒരുക്കുക. പിശാച് പറയും കാലിയാക്കുവാന്ന്, പക്ഷെ ദൈവം പറയും എന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്ന്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ശത്രു പറയും നിന്നെ കാലിയാക്കുകയാണ്, പക്ഷെ എന്റെ അപ്പച്ചൻ പറയുക കാലിയാക്കുവല്ല, അവന്റെ ഹിതം നിറവേറാന്, അവന്റെ പദ്ധതി നിറവേറാന് അവൻ സ്ഥലം ഒരുക്കുക. പൈശാചിക മണ്ഡലത്തിന്റെ കാലി വന്ന് കാലിയാക്കുമെന്ന് പറയുമ്പോൾ അധികാരത്തോട് ഈ നിമിഷങ്ങളിൽ പറയണം, പൈശാചെ കാലിയാക്കുവല്ല, കടക്കാരെ ബിസിനസ്സുകാരാക്കുവാൻ ഒറ്റ നിമിഷം കൊണ്ടൊക്കെ ചില തിരിവെന്നൊക്കെ പറയാൻ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇപ്പൊ ഞാൻ എവിടെ പ്രസംഗിച്ചാലും ആ വേട് പറയും, കാരണം ദൈവം എനിക്ക് തന്ന വാക്കാ. തിരിവൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ കഴിയും. അഭിഷക്തന്മാരെ, നമ്മുടെ ശുശ്രൂഷയെ തിരിക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. നമ്മുടെ സാമ്പത്തികത്തെ തിരിക്കാൻ ചലിച്ചങ്ങോട്ട് തുടങ്ങിയാട്ടെ, തുറന്ന അധികാരത്തോടെ ചലിച്ചു തുടങ്ങിയാട്ടെ. നിന്നെ നാളുകളായി കെട്ടിയ കെട്ടിനെ അഴിക്കാൻ എന്റെ കർത്താവിന് ഒരു നിമിഷം മതി. അത് ഈ സൂമിലെ ഈ നിമിഷങ്ങളാകുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കുടുംബങ്ങൾ വെടിവിക്കപ്പെടുക. ചിലരെ നോക്കി ദൈവം പറയുക, യാത്രകൾ മുടക്കിയ അന്ധകാര മണ്ഡലങ്ങളുടെ കെട്ടുപൊളിയുക. എന്നേക്കുമായി നിന്റെ വാഗ്ദത്തത്തെ തകർത്ത പൈശാചിക മണ്ഡലങ്ങള്, എന്നേക്കുമായി നിന്റെ വാഗ്ദത്തത്തെ തകർത്ത പൈശാചിക മേഖലകൾ പ്രാപിച്ചാട്ടെ. നഷ്ടപ്പെട്ട ആരാധന മടങ്ങി വരട്ടെ, നഷ്ടപ്പെട്ട അന്യഭാഷ മടങ്ങി വരട്ടെ, നഷ്ടപ്പെട്ട ദൈവകൃപ മടങ്ങി വരട്ടെ. ആ സൂപ്പർ നാച്ചുറൽ ഫെയ്ത്തിലേക്ക് ഒന്ന് കയറി വന്നാട്ടെ.
യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ചില ദൈവമക്കൾക്ക് വേണ്ടിയൊക്കെ ദൈവത്തിന്റെ കരം ഇറങ്ങുന്നു കേട്ടോ. ചിലർക്ക് വേണ്ടിയൊക്കെ അപ്പച്ചന്റെ കരം ഇറങ്ങുന്നു. ഓ രമഖമന കഥന ഘടകതിനി അമ്പവന ഘടകതിനി അമ്പവന ഘടകതിയ ഉടബല പരമന ഘടകതുനി അമ്പവ സത്താനക സതേരി അമ്പവന ഘടകസിയ ലികാതനാചന ഘടകതുനി ബലകതുനി ബലഘടകതിയാന ഘടകതിയാലവ അടബ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എന്തോ എനിക്ക് ആ ടെസ്റ്റിലൊന്നും നിൽക്കാൻ ഒക്കുന്നില്ല. എന്നാലും പരിശുദ്ധമ്മ പറയുന്ന ചിന്തയൊന്ന് പറഞ്ഞു മുന്നോട്ട് പോട്ടെ. ഈ നയമാനെ കണ്ടപ്പം എലിശ ഇറങ്ങി വന്നോ? നയമാനെ കണ്ടപ്പോ എലിശ ഇറങ്ങി വന്നോ? ഞാൻ ആരെന്ന് പറഞ്ഞു കണ്ടോ, എനിക്കൊരു വിദേശ ബന്ധം വന്ന് മിറ്റത്ത് നിൽക്കുക. ഓ, എന്റെ അച്ചായ എന്ന് പറഞ്ഞ് കൈ കൊടുത്ത് ഞാൻ അങ്ങ് അകത്ത് കൊണ്ടുപോയേന്. അതാ എലിശയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. എത്ര പേർക്ക് മനസ്സിലായി? എല്ലാവരും മസിൽ പിടിച്ചിരിക്കുകയാണല്ലോ. ഒരാളുടെ മുഖം പോലും ഒന്ന് തെളിയുന്നില്ലല്ലോ. ഒരാളുടെ മുഖം പോലും, അയ്യോ എന്റെ ദൈവമേ, ഒന്ന് തെളിഞ്ഞാട് ദൈവമക്കളെ. കണ്ടോ എലീശയും എബിപ്പാസും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇന്റർനാഷണൽ ബന്ധമല്ലേ മിറ്റത്ത് വന്നിരിക്കുന്നേ. അന്വേഷിച്ചു പോയതാണോ? നമ്പർ തപ്പി പോയതാണോ? ഞാൻ പ്രാർത്ഥിച്ച് വിടുതൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പോയതാണോ? നോ നോ നോ. അതാ ഒരു ഭക്തനും അച്ഛനോട് ദൈവം സംസാരിക്കുക. നീ അന്വേഷിച്ചു പോകുന്നതൊക്കെ നിനക്ക് മുമ്പിൽ അടയപ്പെടും. നീ തപ്പിപ്പിടിക്കാൻ നോക്കുന്നതൊക്കെ അടയപ്പെടും. ദൈവം തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഈ ദിവസങ്ങളിൽ ദൈവിക റൂട്ട് ക്ലിയർ ആക്കിക്കോണം. ദൈവമായുള്ള ബന്ധം വർദ്ധിപ്പിച്ചോണം. ചില നോക്കി പരിശുദ്ധമോ പ്രവചിക്കുക. ഉടമ ശാന്ത ദിവ്യാഗ്രഹത്തിന്റെ കൗശലവാക്കൊന്നും പ്രയോഗിക്കാൻ പോകരുത്. ഓ രമ നഗടകസ്യ സൂത്രങ്ങളൊന്നും ഇതിനകത്ത് പ്രയോഗിക്കരുത്. നിന്റെ അഭിഷേകം വലുതാ കേട്ടോ. അഭിഷേകം വലുതാ. അഭിഷേകത്തെ വലുതായി കാണണം. ദൈവകൃപയെ വലുതായി കാണണം. അഭിഷക്തന്മാരെ, അഭിഷേകമാ വലുത്, ദൈവകൃപയാ വലുത്. ഏലിയാവിന്റെ ഇരട്ടി പങ്കോട് എലീശ നിന്നു. എലീശയുടെ ഇരട്ടി പങ്കോട് ദൈവം നിൽക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാ ഗേഹസി. പക്ഷേ നയമാൻ കൊണ്ടുവന്ന സംഭവങ്ങള് തിരിഞ്ഞു നോക്കാൻ പോലും എലീശ തയ്യാറാക്കാം. അതെ, കാൽ ചവിട്ടില്ല. ചവിട്ടിക്കളഞ്ഞു. ഓ, അങ്ങനെയൊക്കെ ഒരു കൃപ ഈ തലമുറ വെളിപ്പെടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പല ഗേഹസിമാരുടെ നന്മ പല എലീശമാരെ ഒതുക്കി കളഞ്ഞു കേട്ടോ. പല ഗേഹസിമാരെ ഒതുക്കി കളഞ്ഞു. നയമാന്മാരുടെ നന്മ ഒതുക്കി കളഞ്ഞു. അഭിഷേകം ഒതുക്കപ്പെട്ടു പോയി. ശുശ്രൂഷ ഒതുക്കപ്പെട്ടു പോയി. വെളിപ്പെട്ട ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. ഇപ്പൊ അനുകരണത്തിനും അഭിനയത്തിനും പോവുക. അച്ഛാ, എത്ര ദിവസമായി ഹൃദയം തുറന്നു സ്തോത്രം ചെയ്തിട്ട്? എത്ര ദിവസമായി ഒന്ന് കൈയടിച്ചിട്ട്? ആത്മാവ് വിവേചിക്കുക കേട്ടോ. അടുത്തൊരു റിലം ദൈവം ഓപ്പൺ ആക്കുക. ബന്ധിക്കപ്പെട്ട ചിലത് പുറത്തു വരണം. നിന്റെ അഭിഷേകത്തെ ഒതുക്കിയ ചില മണ്ഡലങ്ങൾ ആഴിയണം. ഒരു ദൈവഭക്തയ്ക്ക് ആവശ്യമില്ലാത്ത ഫോൺ കോളുകൾ വേണ്ട, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ വേണ്ട, ആവശ്യമില്ലാത്ത കണക്ഷൻസ് വേണ്ട. നിന്നെ വിളിച്ചത് ദൈവമാ. നിനക്ക് വേണ്ടിയുള്ളതൊക്കെ തക്ക സമയത്ത് കരുതാൻ ദൈവം വിശ്വസ്തനാ. എബിപ്പാസ്റ്ററെ വിളിച്ചത് ഒരാളുമല്ല. എബിപ്പാസ്റ്ററെ വിളിച്ചത് സർവശക്തനായ ദൈവമാ. എടാ, ലോകത്തിലെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അവരുടെ സ്റ്റാഫിനെ കൊണ്ടു നടക്കാൻ കഴിയുന്നെങ്കിൽ അണ്ടകടാഹങ്ങളെ ആഴിക്ക് മണൽ കൊണ്ടോ അതിരിട്ട് ഒറ്റ വാഗൊണ്ട് സകലത് ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കിയ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? നയമാന്റെ നന്മയിൽ അഭിഷേകത്തെ ഒതുക്കല്ലേ കേട്ടോ. നയമാന്റെ നന്മ ചിലരോടൊക്കെ ദൈവം പറയാം, നട്ടല്ലോടെ നിൽക്ക്. അടുത്തൊരു തലം ദൈവം തുറന്നു തരാൻ ആഗ്രഹിക്കുക. നയമം വന്നിട്ട് വെളിയിൽ വന്നൊന്ന് കൈ കൊടുക്കാൻ കയറിയിരുന്ന ഒരു ചായ കുടിച്ചിട്ട് പോന്ന് പറയാൻ എലീശ തയ്യാറാകുന്നില്ല. എന്ന് പറയാ ദൈവം അനുവദിക്കുന്നില്ല. ദൈവം അനുവദിക്കുന്നില്ല. ഈ പ്രലോഭനം ഭയങ്കരമാ കേട്ടോ. പ്രലോഭനം ഭയങ്കരമാ. ഹദന ചില പ്രലോഭനങ്ങളെ ജയിക്കണം കേട്ടോ. ആ വാക്ക് ദൈവമക്കൾക്ക് ദൈവാത്മാവിൽ കൈമാറുക. നിന്റെ പേരുള്ള ദൈവ പദ്ധതി വെളിപ്പെടണമെങ്കിൽ പ്രലോഭനങ്ങളെ ജയിക്കണം. ബിലയാമെന്നൊരു പ്രവാചകനെ ഞാൻ അത്ഭുതത്തോടാ കാണുന്നേ. ഇന്ന് രാവിലെ ഞാൻ ധ്യാനിച്ച വേദഭാഗമാ.
ബിലയാം എന്ന പ്രവാചകനെ ഞാൻ അത്ഭുതത്തോടെ കാണുന്നേ. ഇങ്ങനെയൊക്കെ പ്രവാചകന്മാരുണ്ടോ? എന്തോ പ്രവാചകനാ. പക്ഷേ പ്രലോഭനത്തെ ജയിക്കാൻ കഴിഞ്ഞില്ല. താൻ ആദ്യം പറയുന്നുണ്ട്, എന്റെ വീട് നിറച്ച് പണം തന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, സ്വർണം തന്നാലും ദൈവത്തെ വിട്ടുമാറി ഞാൻ എന്ത് ചെയ്യത്തില്ല. ശബ നഗതന ബൗഡമ നഗടകസി അഥന ബൗഡ. ഒരു ഭക്തനെ പോലെ മരിക്കാൻ ആഗ്രഹിച്ചവന്റെ അവസാനം നിങ്ങൾ കണ്ടോ? നിങ്ങള് നമ്പേഴ്സ്, ബുക്ക് ഓഫ് നമ്പേഴ്സ്, ഈ പിന്നെ ഏതാ സംഖ്യാപുസ്തകം എടുത്ത് വായിക്കണം. ബിലയാമിന്റെ സംഭവം ഒന്ന് വായിക്കണം. ബാലാക്കിന്റെ കാര്യങ്ങളൊന്ന് വായിക്കണം. ശബന ഘടകത നഗജന ഘടകസി അതുന. എന്തോ പ്രവാചകനാ നോക്ക്. അങ്ങനെയൊക്കെ അതിന്റെയൊക്കെ ഒരു തുമ്പെ പിടിക്കാൻ വിപാസക്കൊക്കത്തില്ലല്ലോ. അതിന്റെ ഒരു വാലെ പിടിക്കാൻ എന്നെ കൊടുക്കുന്നില്ലല്ലോ. ഓ ശബ നഗസി അതുന ബാര കഥന മൗഡി ബാധന ഊട ഖമന ഘടക സന്തനഗജന കഥനഗജന ഘടകതിയ അതനകസതി. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധമ്മ പറയാ, ചില തൃപ്തിയുടെ മണ്ഡലങ്ങൾ ഉടയണം കേട്ടോ. ദൈവാത്മാവ് എന്നോട് പറയാ, ഇതിനകത്ത് ചില SI-മാരുണ്ട്, ചില CI-മാരുണ്ട്. ഓ റിമനഘടക, അതെല്ലാം അങ്ങ് പൊട്ടണം. ഓ തിരുവചനത്തിലെ അഭിഷക്തന്മാർ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോ ഓ രമനഘടകസിയ അതുനമൗഡമാനഘടകസിയ, ദൈവത്തിലെ ദൈവദാസിമാരെ ദൈവം ഉപയോഗിച്ച വിധങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോ നമ്മൾ അതിന്റെ ഒരു കൊണിശമായിട്ടില്ല. പരിശുദ്ധ ചില അഭിഷക്തന്മാരെ തൊട്ടു പറയുക, ഇതുവരെ വെളിപ്പെടാത്ത ഒരു മഹത്വമുണ്ട്, ഇതുവരെ വെളിപ്പെടാത്ത ഒരു ഗ്ലോറി ഉണ്ട്, ഇതുവരെ വെളിപ്പെടാത്ത ദൈവത്തിന് ഒരു കാബോധമുണ്ട്. അതെന്റെ മേൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കണം. ചില അഭിഷക്തന്മാരെ ഹോളി സ്പിരിറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാസ്റ്റർ ശ്രീനിവാസ് കർത്തൃദാസന്റെ മേൽ ഒരു ദൈവ പകർച്ച വെളിപ്പെടുന്നത് ആത്മാവി ഞാൻ കാണുക. ഉടമ നഗടകട, അടുത്ത മണ്ഡലം നിന്നൊക്കെ തുറന്നു തരിക കേട്ടോ. ഒരു ചിന്തിക്കാത്ത വലിച്ചെറിയിൽ ആത്മമണ്ഡലത്തിൽ നിനക്ക് നടക്കാൻ പോവുക. ഓ ഏഞ്ചൽസിന്റെ എൻകൗണ്ടർ നിനക്ക് ഉണ്ടാകാൻ പോവുക. നിന്റെ മേലെ ഒരു പ്രൊഫറ്റിക്കൽ റിലം. ഓ പരിശുദ്ധമാവ് ഇങ്ങനെ പറയുന്നു, ശക്തമായ ഒരു വെളിപ്പാടിന്റെ റിലം ദൈവം ഓപ്പൺ ആക്കി തരിക. ഭാഗികമായിട്ടല്ല, അല്പമായിട്ടല്ല. ഉടമ നഗടക തുനി അമ്പബ നഗടകസിയ. പരിശുദ്ധമാവനോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുക, നിനക്ക് സീരിയസ് ആയ ചില വിസിറ്റേഷൻസ് നടക്കും, ലോങ് ആയ ചില വിസിറ്റേഷൻസ് നടക്കും. മണിക്കൂറുകൾ ദൈവദൂതന്റെ കൂടെ നടക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ വിസിറ്റേഷൻ നിനക്ക് ഉണ്ടാകാൻ പോവാ. ഓ രമാന ആ കർത്തദാസോട് പറയുമ്പോൾ തന്നെ മുഖവരെ പറഞ്ഞപ്പോ റോയ് പാസ്റ്റർ പറഞ്ഞതുപോലെ ഇത് ഒരാളോടുള്ള ദൂത് മാത്രമല്ല, ഇതിനകത്ത് സീരിയസ് ആയ ദൈവത്തിന്റെ വിസിറ്റേഷൻ. ഒന്ന് പ്രസംഗിക്കാനല്ല നമ്മളെ വിളിച്ചത്, ഒത്തുവാക്യം ചേർത്ത് 7 പോയിന്റ് പറയാനല്ല ദൈവം നമ്മളെ അഭിഷേകം ചെയ്തത്. പൊടിപ്പും തൊങ്ങലും വെച്ച് ആശയങ്ങൾ കൈമാറാനല്ല ദൈവം നമ്മളെ അഭിഷേകം ചെയ്തത്. സീരിയസ് ഡീലിന് വേണ്ടിയാ. അന്തരീക്ഷം മാറിയിട്ടുണ്ട് കേട്ടോ, അന്തരീക്ഷം മാറിയിട്ടുണ്ട്. സീരിയസ് വിസിറ്റേഷൻ പ്രാപിക്കുന്ന ചിലര് ഇതിനകത്തുനിന്ന് എഴുന്നേക്കാൻ പോവാ. ജസ്റ്റിസ് സിസ്റ്ററെ സ്വീകരിച്ചാട്ടെ, മാത്യു ബ്രദറെ സ്വീകരിച്ചാട്ടെ, നിങ്ങളുടെ മേലൊക്കെ റോയ് പാസ്റ്ററെ സ്വീകരിച്ചാട്ടെ, നിങ്ങളുടെ മേലൊക്കെ ഒരു സീരിയസ് വിസിറ്റേഷൻ നടക്കാൻ പോവാ. ദൈവം എന്റെ മേൽ തന്ന അധികാരത്താൽ ആ മണ്ഡലത്തെ ഞാൻ പൊളിക്കുക. നിങ്ങളെ അതിലേക്ക് കടത്ത വിടാത്ത ആ മണ്ഡലത്തെ ഞാൻ പൊളിക്കുക. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ എലിശന്റെ പ്രാർത്ഥനാ റൂമിൽ വന്നപ്പോ ഞാൻ എണ്ണിച്ചെന്ന് സല്യൂട്ട് ചെയ്തു. ദൈവദാസനെ സല്യൂട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ഒരു ആത്മമണ്ഡലം എന്റെ മേൽ ഒന്ന് തുറന്നു വരണം. നയമമ്മമാരെ കണ്ട് മുട്ടുമടിക്കാത്ത ഒരു ആത്മതലം, ലോകത്തിലെ നയവാന്മാരെ കാണുമ്പോൾ 10 അച്ചായ എന്ന് വിളിക്കാൻ പുറകെ പോകാൻ മനസ്സില്ലാത്ത ഒരു ആത്മതലം എന്റെ മേൽ വെളിപ്പെടാൻ. കരമന ഘടകസി അന്തന ഘടകസിയാന്തന ബൗഡ അതന ഘടക ധനഘടക സിയ. ദൈവം എന്നോട് പറഞ്ഞു, മോനെ അതിന് ഒറ്റ കാര്യം ചെയ്താൽ മതി, വലിയ എന്റെ മഹത്വം നീ ഒന്ന് അനുഭവിച്ചാൽ മതി. അതിന് ദൈവം എന്നോടൊരു ഉദാഹരണം പറഞ്ഞു, മോനെ നിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട്, അത് നിങ്ങൾ വേറെ രീതി ചിന്തിക്കരുത്, ദൈവം എന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാ, ഒരു 100 രൂപയും ഒരു $100 തന്നാ നീ ഏത് മേടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പച്ചാ $100 മേടിക്കുന്നേ. കഴിഞ്ഞ ദിവസം ഒരു ആന്റി എനിക്കൊരു $100 അയച്ചു തന്നു. നോക്കിയപ്പോ 8000 ആരും മിണ്ടുന്നില്ലല്ലോ. ചെലവില്ലാതെ യാഗമൊന്നുമില്ല കേട്ടോ. ദശാംശമൊക്കെ റോയ് പാസ്റ്റർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ഈ മീറ്റിങ്ങിന്റെ ഒക്കെ മിച്ചം വരണം.
ഒരു ഒരു ഉണർവെന്ന് പറഞ്ഞാൽ എവിടാ നടക്കുന്നത് അറിയാം? എബിപ്പാസ ദ്രവ്യാഗ്രഹം പോകുന്നിടത്താ ഉണർവ് നടക്കുന്നത്. എബിപ്പാസ എന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. എന്റെ പിശുക്ക് മാറുന്നിടത്താ ദൈവത്തെ ആദ്യത്തെ ഉണർവ് അവിടെ നടക്കുന്നത്. ആദ്യത്തെ ഉണർവ് അവിടെ നടക്കുക. രജത്താലജയ. കഴിഞ്ഞ ദിവസം ഒരു ആന്റി എന്നെ UK വിളിച്ചു, പാസ്റ്റ് ഇങ്ങോട്ടൊന്ന് വരുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ ആന്റി പൈസയ്ക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് വരത്തില്ല, കാരണം UK പണം ഇവിടെ വരും. പിന്നെ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുമെന്ന് ഞാൻ അങ്ങോട്ട് വരും. എനിക്കാണ് ഈ വർഷം, ഞാൻ പുകഴ്ച പറയല്ല, പോകാനായിരുന്നു ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു. ഒത്തിരി അവസരങ്ങൾ, ഒത്തിരി രാജ്യങ്ങളുടെ വാതിൽ തന്നെ എന്റെ മുമ്പിൽ. എന്നോട് കർത്താവ് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ വലയാൻ പോന്നേ? ഇങ്ങനെ വല്ലവരുടെയും വീട്ടിൽ കിടന്ന് അലയാൻ പോകുന്നത് എങ്ങനെ? നിന്റെ വീട്ടിൽ ഭാര്യയുടെയും പിള്ളേരുടെ കൂടെ നടന്ന് സന്തോഷമായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്ത് ജീവിച്ച് ആരും മിണ്ടുന്നില്ല. ചെല്ലങ്ങ് ഓടാൻ കൊതിക്കുക, ചിലർക്കങ്ങ് ഓടാൻ കൊതിക്കുക. എന്തിനാന്നേ? നമ്മള് ഇത് ലൈവാന്ന് എനിക്കറിയാം, എന്നാലും ക്ഷമിക്കണം. എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നേ? എന്തിനാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നേ? പിന്നെ ഒരു മീറ്റിങ്ങിന് പോയിട്ട് ഒരു 2 ദിവസം കൊണ്ട് തിരിച്ചൊക്കെ വരിക, അല്ലെ ഒരാഴ്ച കൊണ്ട് തിരിച്ചു വരിക. ഞാന് ഇച്ചിരി നാൾ മുമ്പ് ദുബായി പോയി. ദൈവദാസന്മാർ എന്നെ നിർബന്ധിച്ചതാണ്. പക്ഷെ പരിശുദ്ധന്മാരോട് പറയും 3 ആഴ്ച നിൽക്കാവെന്ന്. 3 ആഴ്ച കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകും. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നു? ഒരു കുഴപ്പം വന്നില്ല. എത്ര പേർക്ക് ഈ ദൈവദാസന്മാർ മനസ്സിലാക്കണം. എടാ, ഏത് രാജ്യത്തിന്റെ നന്മ, എടാ കാക്കയുടെ പുറകെയാണ് ഏലിയാവ് പോയെ. ഏലിയാവിന്റെ പുറകെ കാക്ക വരിക. ഇങ്ങനൊക്കെ ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് കിട്ടുവോ? അപ്പൊ ചില ചിന്തിക്കും, സരാപ്തയിലെ വീട് അന്വേഷിച്ചു പോയില്ല. വീട് അന്വേഷിച്ചു പോയി, പക്ഷെ ആ വീട്ടിൽ ചെന്ന് കയറിയതോടെ ആ വീടിന്റെ അവസ്ഥ മാറി. അങ്ങനെയുണ്ട് ചിലര് ചെന്ന് കയറി ആ വീടിന് ബന്ധനമാ. അവര് പറയുന്നില്ലെന്നേ ഉള്ളൂ, എന്നാ ഈ വാസ്തു ഇറങ്ങി പോകുന്നതെന്ന് അവര് ചിന്തിക്കുന്നേ. കാരണം മുറിക്കകത്ത് എന്ത് ചെയ്യുക? അടച്ചു കെട്ടിയിരിക്കും. ഇവർക്ക് അന്നേരം വന്നപ്പം തൊട്ട് കെട്ടിവെപ്പാ. പക്ഷെ ചില ദൈവദാസന്മാര് വന്നു കയറി അവര് പറയും, പാസ്റ്റർ പോകല്ലേ, പാസ്റ്റർ വന്ന നിമിത്തം ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമാണ്. സാലറി വർദ്ധിച്ചു, ചെല്ലുന്നിടത്തും ഇരിക്കുന്നിടത്തും നിൽക്കുന്നിടത്തും എല്ലാം നന്മയാ. അങ്ങനെയൊക്കെ ഒരു അഭിഷേകം. നിങ്ങൾ ചെല്ലുന്നിടം ഭയങ്കര ബ്രേക്ക് ത്രൂ ആകണം. നിങ്ങൾ ഒരു വീട്ടിൽ പോയി ആഹാരം കഴിച്ച ആ വീട്ടിൽ പിന്നെ ആഹാരം കുറയല്ലേ? നിങ്ങൾ ആരെയും ഒരു സ്വത്രാഴ്ച മേടിച്ച, ഇന്നലെ ഒരു കടയിൽ പോയി ഞാൻ ഇച്ചിരി സ്വത്രാഴ്ച മേടിച്ചു. ഞാൻ ചോദിച്ചു, എന്റെ ആന്റി നിങ്ങളുടെ ഭാഷക്ക് കൊടുക്കല്ലേ, എനിക്ക് എന്തിനാ തരുന്നേ? ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കും. എന്റെ ആന്റി നിങ്ങൾ എന്തിനാ എനിക്ക് തരുന്നേ? ഞാൻ നിവൃത്തി കൊണ്ടല്ലോ എന്റെ ചർച്ച വിട്ട് ശുശ്രൂഷയ്ക്കല്ലാതെ വേറെ ഒരു വീട്ടിൽ പോകത്തില്ല. അങ്ങനെ എന്തുണ്ട്? പക്ഷെ ആന്റി പറഞ്ഞു, അത്യാവശ്യമായിട്ട് പാസ്റ്റർ കടയിൽ വന്നൊന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ എനിക്ക് തരുന്നേ? അപ്പോ ഇത് എഡിറ്റ് ചെയ്യുന്നുമില്ലല്ലോ, ചിലപ്പോ ആന്റിയൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആന്റി എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഞങ്ങളുടെ പാസ്റ്റർക്ക് കൊടുത്ത ഉള്ള നന്മയുടെ മുടങ്ങും, പക്ഷെ പാസ്റ്റർക്ക് തന്നപ്പോ ഞങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ, ഭയങ്കരമായ അനുഗ്രഹമാണ്. ഭയങ്കരമായ അനുഗ്രഹം. ദൈവദാസന്മാർ എന്നെ ശ്രദ്ധിക്കുന്നു. ഏതൊരു നന്മ 100 രൂപ എന്നാലും മേടിച്ച് കൈവച്ചങ്ങ് അനുഗ്രഹിക്കണം. എന്റെ ദൈവമേ, അടുത്ത തവണ ഇവർക്ക് 1000 രൂപ തരാൻ എന്ത് ചെയ്യണം? ചെല്ലാന്ന് എടുത്ത് പോകരിട്ടുണ്ട് ഒറ്റ ഓട്ടമാ. നോ അത് കൈവച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ച് അവരുടെ അവസ്ഥ മാറ്റണം. നിങ്ങൾ അവരുടെ ജീവിതത്തെ തിരിക്കണം, അവരുടെ സാഹചര്യത്തെ തിരിക്കണം. ചില ദൈവസന്നിധിയിലോട്ട് വരുന്ന കൈവീശിയൊന്നും ദൈവസന്നിധി ചെല്ലല്ലേ. പാസനേജ് ചെല്ലുക, ദൈവദാസനെ കാണുവാൻ ചെല്ലുവാന്ന് എന്തോലൊക്കെ മേടിച്ചോണ്ടേ ചെല്ലാവും. ചില ലോഹ്യം പറയാൻ ലോഹ്യം പറയാനൊന്നുമല്ല, ഒരു കവർ പോക്കറ്റ് ഇട്ടോണ്ടേ. പാസ്റ്റർ തെളിവുണ്ട്, എത്രയോ തെളിവുണ്ട്. എന്തും വേണ്ടി തെളിവുണ്ട്. ശൗല് തന്നെ പറയുക, പ്രവാചകന്റെ അടുത്ത് പോകണമെങ്കിൽ അയ്യോ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന്. പക്ഷെ ബാല്യക്കാരൻ പറഞ്ഞു എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു. ചെലവില്ലാതൊരു യാഗമില്ല കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, തീരുമാനമെടുക്കുക. ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് ഇങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവം വേറെ ഉണ്ടോ? ഈ കൊടുക്കുന്നോണ്ടാ വിപാസ് പറയുന്നേ കേട്ടോ, കൊടുക്കുന്നോണ്ടാ വിപാസ് പറയുന്നേ. ക്ഷമന കേട്ടൊക്കെ മാത്യുച്ചാനോട് ചോദിച്ചേ. മാത്യുച്ച മാത്രം അതിന് ശരിക്കും കൈപോക്കി. അച്ഛനോട് ചോദിച്ചു അനുഗ്രഹിക്കുമോന്ന്. എടാ, ദൈവം കൈവെള്ളെ കൊണ്ട് നടക്കും. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അവര് 3 ദൈവവേല വരാനാണ് എന്റെ ആഗ്രഹം. കാരണം ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും കൈവെള്ളലല്ലയോ ദൈവം കൊണ്ട് നടക്കുന്നേ. പരമാർത്ഥതയോട് ദൈവത്തെ സേവിക്കുന്ന ദൈവത്തെ മാത്രം കണ്ട ഒരു ഭക്തന് ദൈവം ഒരു കുറവ് വരുത്തത്തില്ലെന്നേ. ദൈവം ഒരു ദാരിദ്ര്യം ഉണ്ടായെന്ന് വരും, ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും, പക്ഷെ ആ സീസണെ ദൈവം തിരിക്കും. പ്രാപിക്കുക. ചിടമേലൊക്കെ സാമ്പത്തിക വിടുതൽ റിലീസ് ചെയ്യുക.
സാമ്പത്തിക മണ്ഡലത്തെ ഞാൻ റിലീസ് ചെയ്യുക, സാമ്പത്തിക മേഖലയെ ഞാൻ റിലീസ് ചെയ്യുക. ആ ആ ചിലപ്പോ ഇതിന്റെ വാലയിലും തുമ്പയിലും ഒക്കെ പിടിച്ച് നാളെ വിമർശിക്കാൻ 100 പേര് എഴുന്നേറ്റെന്ന് വരും. എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല, എനിക്കിതൊന്നും ഒരു പ്രശ്നവുമല്ല. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നേ. ഒരു കൊച്ചപ്പനും അല്ല എന്നെ വളർത്തിയത്, ഒരു കൊച്ചമ്മയല്ല എന്നെ വളർത്തിയത്, ഒരു പ്രസ്ഥാനവുമല്ല എന്നെ വളർത്തിയത്. സർവശക്തനായ ദൈവം കൂടെ ഇറങ്ങി നിൽക്കുക. എന്റെ അപ്പച്ചൻ എന്റെ കൂടെ ഇറങ്ങി നിൽക്കുക, എന്റെ അപ്പച്ചൻ എന്റെ കൂടെ ഇറങ്ങി നിൽക്കുക. ഈ നിമിഷം മനസ്സിലായിക്കോണം, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൃപയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. ഗേഹസി വന്നിട്ട് മിറ്റ് വാതിൽ തുറക്കാതെ ഇറങ്ങി വരാതെ, ഞാൻ എന്റെ ഭാഷ പറയാം, പ്രാർത്ഥനാ റൂമിൽ തന്നെ ഭക്തൻ ഇരിക്കുക. എന്നിട്ട് അവനോട് പറഞ്ഞു, പോയി പറയാൻ പറഞ്ഞു, എവിടെ യോർദാനിൽ പോയി എന്ത് ചെയ്യാണ്, 7 പ്രാവശ്യം മുങ്ങി കുളിച്ചിട്ട് പോകാൻ. അവൻ അത് മടിയായിട്ടൊക്കെ തോന്നി. പക്ഷേ അവന്റെ കൂടെ ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. അതാ ഈ ഞാൻ ഇന്നാളി പ്രസംഗിച്ചവൻ പറഞ്ഞാന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ ചില ഭൃത്യന്മാരുണ്ട്, വിജയിച്ചു. ചിലരാണ് ഉള്ളത് ഈ ഒന്നുകൂടെ കത്തിക്കും, ഒന്നുകൂടെ എന്ത് ചെയ്യും. എന്നാലും നമ്മളെ ഇൻസൾട്ട് ചെയ്തില്ലയോ. വീട്ടിൽ ചെന്ന് അച്ഛനും അമ്മമ്മയും കൂടെ സംസാരിക്കുന്നതെന്നറിയോ, പാസ്റ്റർ ഇന്ന് പ്രസംഗിച്ച ദൂതേ അത് നമ്മളോടാണ് തോന്നുന്നു. അത്രയ്ക്ക് വേണ്ടത് കേട്ടോ. നമ്മളെ കുത്തി തന്നെയാ പറഞ്ഞേ. കൃപയുള്ള അമ്മാമ്മമാര് പറയും, അച്ഛൻ രക്ഷപ്പെടാൻ വേണ്ടി ദൈവം കൈമാറിയ ദൂത. ഇടി നീ നന്നാകാൻ വേണ്ടി കൈമാറിയ ദൂത. അങ്ങനെയൊക്കെ ചിലത് വീടിനകത്ത് വേണം. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരല്ല, അതിനെ കെടുത്തുന്നവര് കേട്ടോ. സ്വത്രം ഒന്നും വരുന്നില്ല. ചില അമ്മമാരുടെയൊക്കെ മുഖം മാറുന്നു. ഞാനിത് സ്ക്രോൾ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. രക്തത്താലെ ജയമെടുക്കുന്നു. അങ്ങനെ 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 കൃപയുള്ള ചിലരൊക്കെ വീട്ടിലുണ്ട്. ആ വീട് രക്ഷപ്പെട്ടിരിക്കും. ഞാൻ ചിന്തിക്കുക, ഈ ഗേഹസിയുടെ ഭാഗ്യമായിരുന്നു. ഒരു കൊച്ചു പെങ്കൊച്ച് ആ വീടിനുണ്ടായിരുന്നു. ഒരു അവക്ക് അവിടെ കാര്യം നോക്കി പോയാൽ പോലെ. അവള് പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്ത് ഒരാളുണ്ട് കേട്ടോ, അവന്റെ അടുത്ത് ചെന്ന യജമാനൻ രക്ഷപ്പെടും. കണ്ടോ, ഇവിടെ കമ്പനികളൊക്കെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ദൈവദാസന്മാരൊക്കെ ഉണ്ടെങ്കിൽ അഭിഷേകമുള്ളവരെയൊക്കെ തിരഞ്ഞെടുത്തോണം. നെഗറ്റീവ് പറയുന്നവരെ തിരഞ്ഞെടുക്കല്ലേ, തോൽവി പറയുന്നവന്റെ കൂടി ഇരിക്കല്ലേ, ചാർജ് ആക്കുന്നവരുടെ കൂടി ഇരിക്കണം, ബലപ്പെടുത്തുന്നവരുടെ കൂടി ഇരിക്കണം. രക്തം ജയമെടുക്കുന്നു. നമ്മൾ ആരുടെ കൂടെ ഒക്കെ സംസാരിച്ച് അങ്ങോട്ട് ഇറങ്ങിയാലുണ്ടല്ലോ, ഒരു ബലം നമ്മുടെ മേൽ ഇറങ്ങണം. എവിപ്പാസ ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒരു അസാധാരണ ബലം നിങ്ങളുടെ മേൽ വെളിപ്പെടണം. ഈ മോള് പറഞ്ഞു, അമ്മമ്മയോട് പറഞ്ഞു, അമ്മമ്മേ ഞങ്ങളുടെ രാജ്യത്ത് ഒരു ദൈവദാസനുണ്ട് കേട്ടോ, അവിടെ ചെന്നാൽ രക്ഷപ്പെടും കേട്ടോ. ഒന്നാമത്തെ അവള് 100 മാർഗം കൊടുക്കുക ഞാൻ. രണ്ടാമത്തെ ഭൃത്യന് അവനും മിടുക്കനാ. ഈ നയമാൻ രക്ഷപ്പെടാനുള്ള കാരണം എനിക്ക് മനസ്സിലായപ്പോ ഇവന്റെ കൂടെ ഉള്ള ഒരു ഗുണമുള്ളവരാ. കൂടുള്ള ഒരു ഗുണമല്ലേ പരാജയപ്പെട്ടു. അവിടെ ആരും മിണ്ടുന്നില്ല, തുറിച്ചെന്നെ നോക്കുക. അങ്ങനെയൊക്കെ ചിലരെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി സൗന്ദര്യമുള്ളവരെയൊന്നും കിട്ടണ്ട, ഒത്തിരി വിദ്യാഭ്യാസം ഉള്ളവരെയൊന്നും കിട്ടണ്ട. ഈ സഹോദരിക്കൊന്നും അധികം വിദ്യാഭ്യാസം ഇല്ല. വിദ്യാഭ്യാസം കൊണ്ട് വീട്ടു ജോലിക്ക് വന്ന് കിടക്കുവോ? വീട്ടു ജോലിക്ക് വന്ന് കിടക്കണമെങ്കിൽ വലിയ മിടുക്കൊന്നുമില്ല. പക്ഷെ അവരുടെ അകത്തൊരു അഭിഷേകമുണ്ട്, അവരുടെ അകത്തൊരു ദൈവകൃപയുണ്ട്. രക്തം ജയമെടുക്കുന്നു. ചിലരുടെ അകത്തേക്കൊക്കെ ഈ ദൂത് കത്തി ഇറങ്ങുക. വാ തുറക്കാമെങ്കിൽ വാ തുറന്നോണം, സ്തുതിക്കാമെങ്കിൽ സ്തുതിക്കോണം, വീടിന് ചുറ്റും ഒന്ന് ഓടാമെങ്കിൽ ഓടിക്കോണം, ഒന്ന് ചാടി സ്തുതിക്കാമെങ്കിൽ സ്തുതിച്ചോണം. നിനക്ക് ചെയ്യാനൊക്കുന്ന ആത്മമണ്ഡലത്തിൽ ചെയ്യാനൊക്കുന്ന കാര്യങ്ങൾ ചെയ്തോണം. അടുത്ത ദിവസം നീ അടുത്ത മേഖലയിലോട്ട് മാറാൻ പോവാ. അടുത്ത നിമിഷങ്ങൾ അടുത്ത മേഖലയിലോട്ട് മാറാൻ പോവാ. എന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ദൂതനെ ഞാൻ കണ്ടോണ്ടിരിക്കുക, അവന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക. രക്തം ജയം, രക്തം ജയം. പ്രാപിച്ചോ, പ്രാപിക്കും, പ്രാപിക്കും, പ്രാപിക്കും. അടവ തൂരി ഗമന ചാന ഘടക തൂരി അമ്പ നഗജ വീത ഘടക തുനിക സംബ കാടക തുനിയമ്പ ലെക്ക തോരിയ ഊട കവ രഗതുനിയമ്പ ലക്ക തോനി അസ കാമനാദിയ ആടബാരാധാന കസിതാന ഗന്ധ ഊട മാമ മാമ കമ്പ രാമ കാമ രാഗ രാമ രാഗ ആത്മാവി നൃത്തം ചെയ്യുന്ന ഒരു തലമുറ, ആത്മാവി നൃത്തം ചെയ്യുന്ന ഒരു തലമുറ, അന്യഭാഷയിൽ സന്തോഷിക്കുന്ന ഒരു തലമുറ. രമ ജന ധന ഭജ നഗ ഊട മന ധന ഗസ ഗത രഗ ഥേരയ. തിരിക്കുക, 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 തിരിക്കുക. എന്റെ ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല, എന്റെ ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല, എന്റെ ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ ഈ ഏലിശ ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ മുമ്പിൽ സ്റ്റില്ലായിപ്പോയി, സ്ട്രക്കായി പോയി. കാരണം നയമാനല്ല ഇവള്. എത്ര പേർക്ക് മനസ്സിലായി? ഇവള് ദൈവഭക്തന്റെ ഭാര്യയാ.
ഓ എന്റെ ദൈവമേ, ഇങ്ങനൊക്കെ കണ്ണുണ്ടോ? ഇങ്ങനൊക്കെ വെളിപ്പാടുണ്ടോ? ഓ എലീശയ്ക്ക് നയമാൻ ഒന്നുമല്ല, പക്ഷെ ഇവള് വലുതാ. ഓ ആത്മമണ്ഡലത്തിൽ ദൂതനെ പിടിക്കാൻ നിങ്ങൾക്ക് ഒക്കുന്നുണ്ടോ? എലീശയുടെ കണ്ണിൽ അമ്മച്ചി എലീശയുടെ കണ്ണിൽ നയമാൻ ഒന്നുമല്ല. എന്നാ ഞാൻ ഒന്നുകൂടെ കടത്തി പറയട്ടെ, എന്റെ ദൈവത്തിന്റെ കണ്ണിൽ നയമാന്മാരൊന്നുമല്ല, പക്ഷേ ഈ വിധവ വലുതാ. അയ്യോ, ഈ വിധവ വലുതാ കേട്ടോ. എന്റെ ദൈവത്തിന്റെ കണ്ണിൽ നിന്റെ ദേശത്തെ പണക്കാരല്ല വലുത്, നിന്റെ സഭയിലെ സമ്പന്നരല്ല വലുത്. ഭക്തിയോടെ ജീവിക്കുന്ന നീ വലുതാ എന്റെ ദൈവത്തിന്. അയ്യോ, 4 ദിവസം കഴിഞ്ഞിട്ടും ബെഥാന്യയിലെ വീട്ടിൽ യേശു ചെല്ലാൻ കാരണം എന്താണെന്നറിയാമോ? ആ വീട്ടിൽ ചെന്നേ ഒക്കത്തുള്ളൂ, അപ്പച്ചൻ അവിടെ ചെല്ലാതിരിക്കാൻ ഒക്കത്തില്ല. എന്റെ ദൈവമക്കളെ, കർത്താവിന് നിന്റെ ജീവിതത്തിൽ ഇറങ്ങാൻ ഒക്കാത്തതുപോലെ കഴിഞ്ഞ ദിവസം അങ്ങ് കുഴിക്കാലേന്ന്, ഞാനിപ്പോ പുതുപ്പള്ളിയില മുണ്ടിയപ്പള്ളിയിലാ ശുശ്രൂഷിക്കുന്നേ. മുണ്ടിയപ്പള്ളിയിൽ ഒരു അച്ഛൻ എന്നെ കാണാൻ വന്നു. ആ ഭക്തൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാ, ദൈവം എനിക്ക് കടക്കാരനാ പാസ്റ്ററേന്ന്. ദൈവം എനിക്ക് കടക്കാരനാ. ഓ ദൈവം എനിക്ക് കടക്കാരനാ. അങ്ങനെ ഒരാൾ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നേ. അങ്ങനെ ഒരാൾ പറയുന്നത് ആദ്യമായിട്ടാ ഞാൻ കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം കേട്ടപ്പം എനിക്കത് മനസ്സിലായി. ദൈവം അവർക്ക് കടക്കാരനാ. സത്യ, ഈ ബെഥാന്യയിലെ ഭവനത്തിന്റെ ദൈവം കടക്കാരനാ കേട്ടോ. ഓ ഇന്ന് രാത്രി ഇതിനകത്തുള്ള ചില ദൈവമക്കളോട് പറയാം, ദൈവം നിങ്ങൾക്ക് കടക്കാരനായിട്ടിരിക്കണം. അങ്ങനെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം. നിങ്ങൾ ഈ പദങ്ങൾ മാത്രം മുറിച്ചെടുക്കല്ലേ, ഇതിന്റെ ആശയം നിങ്ങൾ സ്വീകരിക്കണേ. പരിശുദ്ധമ പറയുന്ന ആശയം നിങ്ങൾ സ്വീകരിക്കണേ. ദൈവം നമുക്ക് കടക്കാരനാകണം. അത്രയ്ക്ക് നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം. അത്രയ്ക്ക് നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഈ പ്രവാചകൻ ഈ കുടുംബത്തിന് കടക്കാരനായി പ്രവാചകൻ. കാരണം ആ സഹോദരി പറയാ, നിന്റെ ദാസൻ എന്റെ ഭർത്താവ് യഹോഭക്തനായിരുന്നു. അവൻ വല്ലാത്ത വഴി പോയിട്ട് നശിച്ചതല്ല, അവൻ ഭക്തിയോട് മരിച്ചതാ. ഇതിനകത്ത് എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ട്? ചിലരുടെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ ഭക്തി കവറിങ് ആയിട്ട് നിൽക്കുക. ഭക്തിയായിട്ട് നിന്ന് അമ്മച്ചി മരിച്ചു കാണും, ഭക്തിയോടെ നിന്ന് അപ്പച്ചൻ മരിച്ചു കാണും, പക്ഷെ ഭക്തി മരിച്ചിട്ടില്ല കേട്ടോ. ഭക്തി മരിച്ചിട്ടില്ല. ദൈവം നിന്റെ തലമുറയെ കാണുന്നുണ്ട്. ദൈവം നിന്റെ കൊച്ചുമക്കളെ കാണുന്നുണ്ട്. ഓ ഹിബലബലബല, അവരിച്ചിരി വളഞ്ഞു പോയാലും ഓടിയാൻ ദൈവം അനുവദിക്കത്തില്ല. രഥതാല ജയം, രഥതാല ജയം, രഥതാല ജയം, യേശുവിന്റെ രഥതാല ജയം, യേശുവിന്റെ രഥതാല ജയം. അപ്പോൾ ഈ ശൂന്യതകളൊന്നും അധികാരത്തോടെ പറയണം, എന്നെ തകർക്കാനല്ല. ഇവിടൊക്കെ വെറും പാത്രങ്ങൾ വരാൻ പോവാ. ഈ വെറും പാത്രങ്ങളിലൊക്കെ എണ്ണം നിറയാൻ പോവാ. ഇന്നത്തെ കാലം പടുന്ന് ചിന്തിച്ചേ, 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 1 ലിറ്റർ എണ്ണയ്ക്ക് 525 രൂപയാ. അപ്പം 3, 4, 5 മുറികള്, അതിൽ കൂടുതൽ കാണുമായിരിക്കാം. ആ മുറികളിലെല്ലാം വെറും പാത്രം വന്നു, അതിനകത്തൊക്കെ എണ്ണ വന്നു. ഓ കണ്ടോ? എന്നിട്ടും അച്ഛന്റെ മുഖം തെളിയുന്നില്ല, എന്നിട്ടും ആ ദൂതിലൊന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ചെറുക്ക് അങ്ങനാ കേട്ടോ, ചെറുക്ക് അങ്ങനാ. അത് പാസ്റ്ററെ ആ സഹോദരിക്കല്ലയോ? ചെല്ലിങ്ങനെ ചിന്തിക്കുന്നു, ആ സഹോദരിക്കല്ലി എനിക്കൊരു ഗുണം വന്നില്ലല്ലോ. ഞാൻ പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? കരയുന്നവരോട് കരയാനാ പ്രയാസം എന്നാ. അതല്ല പ്രയാസം, ചിരിക്കുന്നവരോട് ചിരിക്കാനാ പ്രയാസം. റോയ് പാസ്റ്റർ ഒരു നന്മയെ ചിരിക്കാൻ എനിക്ക് പ്രയാസാ. ശ്രീനിവാസ പാസ്റ്റർ ഒരു നന്മയെ ചിരിക്കാൻ ഒരു പ്രയാസം. അവര് നല്ല വണ്ടി എടുത്താ എനിക്ക് ഇച്ചിരി അസ്വസ്ഥത വരും. പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാലോ പോയിരുന്നു പ്രാർത്ഥിക്കും, കർത്താവേ. എന്നാൽ ആ വണ്ടി എടുത്തതിന്റെ സ്വോത്ര പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിച്ചാലോ ഞാൻ പറയും എനിക്ക് ബിസിയാന്ന് പറയും. ഇപ്പോഴേ ആശയം മനസ്സിലായി. കാരണം ഞാൻ ഉപയോഗിക്കാത്ത വണ്ടി അവർക്ക് കിട്ടിയേ, ഞാൻ പാർക്കാത്ത വീട് അവർക്ക് കിട്ടിയ. കണ്ടോ, ഇപ്പോഴും മുഖം തെളിയുന്നില്ല. ആ വീട്ടിലൊരു നിറവ് വന്നെന്ന് പറഞ്ഞപ്പോ ഒന്ന് ചിരിച്ചില്ല. എടാ, നീ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കേ. അടുത്ത വീട്ടിലെ നന്മയിലൊന്നും അനുഭവം ചെല്ലു കൈയൊക്കെ പൊത്തുന്നു. പാസ്റ്റർ എന്റെ കാര്യം തന്നെയാ പറഞ്ഞതെന്ന്. എനിക്കങ്ങ് അസ്വസ്ഥതയാ. മറ്റുള്ളവരുടെ നന്മയിൽ അങ്ങ് അസ്വസ്ഥതയാ. കെട്ടങ്ങ് അഴിയണം. എന്റെ കുഞ്ഞിന് 60 മാർക്കേ കിട്ടിയുള്ളൂ. എന്നാ സഭയിൽ ഇന്നൊരു കുഞ്ഞിന് 75 മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോ ആ കുഞ്ഞിനെ ഒന്ന് എംഫസൈസ് ചെയ്യാൻ എനിക്ക് മടിയാ. പാസ്റ്ററായി എനിക്ക് മടിയാ.
കാരണം എന്റെ മോന് 60 കിട്ടിയുള്ളൂ. അതെന്തോ ആത്മാവാ, അത് വല്ലാത്തൊരു ആത്മാവൊക്കെയാ കേട്ടോ. മിണ്ടുന്നില്ലല്ലോ കേട്ടോ. എല്ലാവരുടെ സ്തോത്രം പോയി, എല്ലാവരുടെ സ്തുതി പോയി. അയ്യോ, ഞാനല്ലേ പിന്നെ ആരാ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നേ? ഈ 7-ാം ദിവസം ഒരു വിടുതൽ നടന്ന വിടുതലാ. നിങ്ങളൊന്ന് ചിരിച്ച് ദൈവസന്ധി വരണം, നിങ്ങളൊന്ന് ആനന്ദിച്ച് ദൈവസന്ധി വരണം. എന്റെ ദൈവമേ, അവർക്ക് കൊടുത്ത അനുഗ്രഹത്തിനായി സ്തോത്രം പറയണം. ഇന്ന് ഞാൻ അനുഗ്രഹിക്കണം. ദൈവമേ, സിറിൽ ബ്രദറിന് കൊടുത്ത അനുഗ്രഹത്തിനായി സ്തോത്രം, മാത്യു പാസ്റ്റർ കൊടുത്ത അനുഗ്രഹത്തിനായി സ്തോത്രം, ബിജു പാസ്റ്റർ കൊടുത്ത അനുഗ്രഹത്തിനായി സ്തോത്രം. ചൈത്രത്തോലെ ജയം. ഒന്ന് ചിരിക്ക് ദൈവമക്കളെ, ഒന്ന് ചിരിക്ക്. നിന്റെ കെട്ടൊന്ന് പൊട്ടട്ടെ. അവന്റെ കുഞ്ഞിനൊരു നല്ല കല്യാണം നടത്തി സന്തോഷിക്കണം. രൈതത്തോടെ ജയം. അല്ലേ പറയും കള്ളപ്പണം വന്നിട്ടാ കേട്ടോ. അല്ലേ നമ്മൾ പറയും എന്താന്നറിയോ, കള്ളപ്പണം എവിടുന്നോ നാരണ്ടേ കളിപ്പിച്ചതാ. അല്ലേ പറയും ആ കൊച്ചു പ്രേമിച്ച് കെട്ടിയതാ. അവിടെ അമേരിക്കയിൽ നിന്ന് ഒരു കല്യാണം ആ കൊച്ചിന് വന്നപ്പോ നമ്മൾ പറയുന്നത് എന്താ? പ്രേമിച്ച് കെട്ടിയതാ. പഠിച്ചപ്പോഴേ തന്നെ എന്ത് ചെയ്യാം, അമ്മാമ്മയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വയ്യ, അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. ഒരു അമ്മാമ്മയുടെ കൂടെ പ്രാർത്ഥിക്കാൻ ചെയ്തു. ഞാൻ ചോദിച്ചു, അമ്മാമേ, സ്ഥിരം പ്രാർത്ഥിക്കുന്ന പ്രവാചകി അമ്മാമ എന്ത് ചെയ്യും? കാരണം പ്രവാചകി അമ്മാമ ഈ അമ്മാമയും കൂടെ കൂടി ഇരുന്നാ പ്രാർത്ഥിക്കുന്നേ. പക്ഷെ ഈ പ്രവാചകി അമ്മാമ ഇപ്പം ചെല്ലുന്നില്ല. ഇവിടെ ഭാഷ ഇച്ചിരി നേരം വന്ന് അന്യഭാഷ പറഞ്ഞ് ഞങ്ങളോട് ഇച്ചിരി നേരം ഇരുന്ന് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കും. നല്ല കവറൊക്കെ തരും. പിന്നെ എനിക്കെന്തോ പോകാൻ മടി. ഞാൻ സമയം കണ്ടെത്തി പോയി എന്ത് ചെയ്യും, കുറെ നേരം അമ്മാമ്മയുടെ അന്യഭാഷയും സ്വത്രമൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മാമേ, പ്രവാചകി അമ്മാമ എന്താ വരാത്തെ? എന്റെ ഭാഷയെ കഴിഞ്ഞ ദിവസം മോന് ഓസ്ട്രേലിയക്ക് പോകാൻ ഒരു വീസ വന്നെന്ന് ഞാൻ ഈ അമ്മാമ്മയോടൊന്ന് പറഞ്ഞു പോയി. അന്നേരം ഇറങ്ങിപ്പോയ അന്ന് വീട്ടിൽ നിന്ന്. ഈ പ്രവാചകി അമ്മാമ ഈ അമ്മാമയെ പ്രാർത്ഥിക്കുക, മോനൊരു വഴി തുറക്കാം. അവൻ ബാംഗ്ലൂരിൽ IT കമ്പനി ജോലി ചെയ്യുക. അപ്പം ഈ പ്രാർത്ഥിക്കുന്ന പ്രവാചകി അമ്മാമ മാക്സിമം ചിന്തിച്ചത് ഗൾഫിൽ വരെ പോകുന്ന. അപ്പം അമ്മമ്മ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും അമ്മമ്മയുടെ പ്രതീക്ഷ എന്തെന്നറിയാമോ? മോൻ കൂടി വന്നാൽ ദുബായ് വരെ പോകും. പക്ഷെ അവന് ദൈവം തുറന്ന വഴി എവിടാന്നറിയും? ഓസ്ട്രേലിയക്ക. അത് ഈ പ്രവാചകി അമ്മാമയ്ക്ക് സ്വീകരിക്കാൻ ഒത്തില്ല. എനിക്ക് തിരക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഏറ്റത്താലെ ജയമെടുക്കുന്നു. അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. അയ്യോ, എത്ര പേർക്ക് മനസ്സിലാകുന്നു? പ്രാർത്ഥിച്ചാലും ലിമിറ്റ് വെച്ചാ പ്രാർത്ഥിക്കുന്നേ. നോ, ഞാൻ ശ്രീനിവാസും ഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, എന്നെ കണ്ട് നിന്റെ ദാസനെ ഉപയോഗിക്കണേ. ഞാൻ നിൽക്കാത്ത രാജ്യങ്ങൾ അദ്ദേഹത്തെ നിർത്തണേ. ഞാൻ കൈകാര്യം ചെയ്യാത്ത ആത്മബലം അദ്ദേഹത്തിന്റെ മേൽ തുറക്കണേ. ജയം. അങ്ങനെയൊക്കെ ഒന്ന് എഴുന്നേറ്റായിട്ട് ദൈവമക്കള്, അങ്ങനെയൊക്കെ ഒന്ന് ചുമ്മാ കയ്പും പാകയും നീരസവും ഒക്കെ വെച്ചോണ്ടിരിക്കാതെ, അല്ലാതെ ചുമ്മാ ഈ സ്വത്രാശം മേടിക്കാൻ വരുന്ന പ്രവാചകൻ വീടിനകത്ത് കയറി വന്ന് നിന്റെ ബന്ധക്കാര് നിനക്ക് ആഭിചാരം ചെയ്യുക, നിന്റെ സ്വന്തക്കാര് നിനക്കെതിരെ മന്ത്രവാദം ചെയ്തൊക്കെ പറയുമ്പോ പിന്നെ അവർക്കെതിരെ ശാസിക്കാനും വത്സിക്കാനും ഒക്കെയാണോ നമ്മളെ ദൈവം വിളിച്ചത്? ബന്ധക്കാരുടെ പോലും ഒന്ന് ചെല്ലും മിണ്ടത്തില്ല, സ്വന്തക്കാരുടെ മിണ്ടത്തില്ല. പല സംശയ രോഗങ്ങളുടെ പുറകിലും ഈ അശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ചിലരാ കേട്ടോ. ഭർത്താവിനെതിരെ വിഷം കുത്തിവെക്കും, ഭാര്യക്കെതിരെ വിഷം കുത്തിവെക്കും. കഴിഞ്ഞ ദിവസം ഒരിടത്ത് പോയി പ്രസംഗിച്ചെടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, അപ്പനും അമ്മയ്ക്ക് 100 രൂപ അയച്ചു കൊടുക്കാത്തവനൊന്നും സ്വത്രം പറയില്ലെന്ന് പറഞ്ഞു, അന്യഭാഷ പറയില്ലെന്ന് പറഞ്ഞു. ഗൾഫുകാർ കൂടുതലുള്ള ഒരു മീറ്റിംഗിലായിരുന്നു. എടാ, അപ്പനെ അമ്മയെ നോക്കാത്തവന്റെ സ്വത്രം ദൈവത്തിന് വേണോ? അപ്പനെ അമ്മയും വിളിച്ച് ഒരു 100 രൂപ മാസം അയച്ചു കൊടുക്കാത്തവന്റെ അന്യഭാഷ ദൈവത്തിന് വേണ്ടോ? കണ്ടോ, ചെല്ലക്ക് കണ്ണു നട്ടന്നെ നോക്കുക. എടാ, ആദ്യം നിന്നെ വളർത്തിയ അപ്പനെ അമ്മയെ ഒന്ന് വിളിച്ചന്വേഷിക്ക, ഒരു മെസ്സേജ് ഇട. എല്ലാരോടും മിണ്ടാൻ തുടങ്ങണം കേട്ടോ. എല്ലാരോടും സംസാരിക്കാൻ തുടങ്ങണം, സ്നേഹമായിട്ട് ഇടപെടാൻ തുടങ്ങണം. ഒരാഭിചാരവും നിന്നെ തകർക്കത്തില്ല, ഒരു മന്ത്രവാദവും നിന്നെ തകർക്കത്തില്ല. ചെയ്യുന്നോ മുടിയത്തേ ഉള്ളൂ. നീ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ജയിത്താലെ ജയം, ജയിത്താലെ ജയം, ജയിത്താലെ ജയം, ജയിത്താലെ ജയം. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ആഭിചാരവും ലക്ഷണവിദ്യ അവർക്ക് ചേർന്ന് പറ്റത്തില്ല. ജയിത്തം ജയം, ജയിത്തം ജയം, ജയിത്തം ജയം. അന്ധവിശ്വാസങ്ങൾക്കകത്ത് ആരൊക്കെയോ ബന്ധിച്ച്, ആരൊക്കെയോ ബുദ്ധിക്കകത്ത് ഇട്ട് ഇരുളിനകത്ത് ജീവിക്കല്. യേശു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുക. നമ്മൾ സ്വതന്ത്രരാ.
നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാ. അവന്റെ നിറവിന്മേൽ നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ. ദൈവത്തിന്റെ നിറവിന്മേൽ നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ. രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു. എന്റെ ദൈവമേ, ഈ 12 വർഷം ഈ സ്ത്രീ ചിന്തിച്ചു തന്റെ സമ്പത്ത് ഒരു നിറവാണ്. പക്ഷെ 12 വർഷം കൊണ്ട് ഈ പൈസ മൊത്തം പോയി കേട്ടോ. അപ്പൊ സമ്പത്ത് നിറവാന്ന് ആരും ചിന്തിക്കല്ലേ കേട്ടോ. ഇവിടെ ചിന്തിച്ചു ഡോക്ടർമാർ എനിക്കൊരു നിറവാണ്, പക്ഷെ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചെന്ന്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന നിറവെല്ലാം തീർന്നു പോകും. നമ്മൾ ചിന്തിക്കുന്ന നിറവെല്ലാം തീർന്നു പോകും കേട്ടോ. പക്ഷെ തീരാത്ത ഒരു നിറവ് നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലേ ഉള്ളൂ. ഈ എത്ര എടുത്താലും കുറവ് വരത്തില്ല. അതിനകത്തോടത്ത് കയറാമോ ദൈവമക്കളെ? ഞാൻ എങ്ങനെ ചിന്തിക്കുക, അബ്രഹാമിന്റെ സ്വന്തം കുഞ്ഞ, അബ്രഹാമിന്റെ ഭാര്യ ഹാഗർ, ഈ ഇസ്മായേല് അബ്രഹാമിന്റെ സ്വന്തം കുഞ്ഞ. പക്ഷേ അബ്രഹാം കൊടുത്ത അപ്പവും തീർന്നു, തുരുത്തിലെ വെള്ളവും പറ്റി കേട്ടോ. അബ്രഹാം കൊടുത്ത അപ്പവും തീർന്നു. അപ്പം തീർന്നെന്ന് ബൈബിളിൽ പറയുന്നില്ല, പക്ഷെ തീർന്നു കാണും. പക്ഷെ തുരുത്തിയിലെ വെള്ളം എന്ത് ചെയ്തു? തുരുത്തിയിലെ വെള്ളം എന്ത് ചെയ്തു? തീർന്നു പോയി. കുഞ്ഞിനെ അമ്പിമ്പാട് ദൂരത്തിട്ടിട്ട് ഇവള് കരയുക. ദൈവം പറയുക, കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ കണ്ടെന്ന്. ഞാൻ ചോദിച്ചു, ദൈവമേ അതെന്തുവാ? ഹാഗറല്ലയോ കരഞ്ഞത്? കുഞ്ഞ് വെള്ളം കിട്ടാതെ മയങ്ങി കിടക്കുക. അപ്പൊ എന്നോട് ദൈവം പറഞ്ഞു, എടാ മോനെ, ഹാഗറിനെക്കാട്ടില് ഈ കുഞ്ഞിന്റെ അകത്തൊരു വാക്തത്വം കിടന്ന് കരയുക. അപ്പൊ ഞാൻ ചോദിച്ചു, ദൈവമേ അതെന്തുവാ? ഇച്ചിരി വർഷം മുമ്പ് ഇവൾ ഈ മരുഭൂമിയിൽ ഇതുവഴി നടന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ പോയി യജമാനത്തേക്ക് കീഴടങ്ങിയിരിക്കുക, നിന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കാം. ഇവള് പക്ഷെ ഈ വാക്തത്വം മറന്നുപോയി. ഇവള് ചിന്തിക്കുന്ന എന്റെ കുഞ്ഞ് ഇപ്പം വെള്ളം കിട്ടാതെ മരിക്കുമെന്നാ. ഇവള് മറന്നാലും വാക്തത്വം മറക്കത്തില്ല കേട്ടോ. എത്ര പേർക്ക് മനസ്സിലായി? നമ്മൾ മറന്നാലും നമ്മുടെ അകത്ത് വാക്തത്വം കിടന്ന് കരയുന്നുണ്ട്. മിനിയാന്റി, നമ്മുടെ അകത്ത് വാക്തത്വം കിടന്ന് കരയുന്നുണ്ട്. ഹാഗറെ, നിന്റെ നിലവിളി അല്ല ആദ്യം ദൈവസന്നിധി ചെല്ലുന്നത്. ദൈവം അയച്ച വചനം അത് വെറുതെ മടങ്ങി വരത്തില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അയച്ച വചനമാ. ഹാഗറിനെ നോക്കി ദൈവം അയച്ച വചനമാ. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നീ പോയി യജമാനന് കീഴടങ്ങിയിരിക്കുക. അതൊന്നും ഞങ്ങളോട് പറയല്ലേ. ചില ദിവസം മുമ്പ് ഓമല്ലൂന്ന് ഒരു ഫാമിലി ഇവിടെ പ്രാർത്ഥിക്കാൻ കയറി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, പരിശുദ്ധമ്മ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സഭയെ കീഴടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ആന്റി വന്ന് ചോദിക്കുക, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞു, അച്ഛനൊന്നും പറഞ്ഞില്ല പാസ്റ്ററെ, ഞങ്ങൾ സഭയിൽ നിന്ന് മാറി നിൽക്കുക. ഞങ്ങൾ സഭയിൽ നിന്ന് എന്ത് ചെയ്യുക? മാറി നിൽക്കുക. പക്ഷെ അവരാ ദൂത് കാര്യമാക്കിയില്ല കേട്ടോ. അച്ഛൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ എടുത്ത തീരുമാനമാണ്, ഞാൻ അതിൽ നിന്ന് മാറത്തില്ല. എന്നാൽ 1-2 ആഴ്ചയെ മാറി നിൽക്കേണ്ടി വന്നുള്ളൂ. ഇപ്പൊ എങ്ങും പോകേണ്ടാത്ത അവസ്ഥയിലായി നിൽക്കുക. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? മറുത്തു മത്സരിക്കല്ലേ. ദൈവദൂതനോട് മറുത്തു മത്സരിക്കരുത്. ദൈവാലോചനയോട് മറുത്തു മത്സരിക്കരുത്. ദൈവശബ്ദത്തോട് മറുത്തു മത്സരിക്കരുത്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടും നല്ലതാ. ചിലപ്പോൾ ചില വാക്ക് നിന്നെ മുറിക്കും. കാരണം ഈ യജമാനത്തിൽ പീഡ കൂട്ടിയപ്പോഴാണ് ഇവൾ ഇറങ്ങിപ്പോയത്. പക്ഷെ കർത്താവ് പറഞ്ഞു, പോയി കീഴടങ്ങിയിരിക്കാൻ. ചിലടത്തൊക്കെ ദൈവം പറയുന്നത് വരെ കീഴടങ്ങിയിരിക്കണം കേട്ടോ. അഭിഷേകത്തിന്റെ ശുശ്രൂഷ ഒരു ദിവസം കൊണ്ട് വെളിപ്പെടുന്നതല്ല. എല്ലാവർക്കൊക്കെ കീഴടങ്ങിയിരുന്നാലേ ഒരു ദൈവ ശുശ്രൂഷയുടെ പൂർണ്ണത നീ വരത്തുള്ളൂ. ചൂടാവാല, നിന്റെ അത്ര ശുശ്രൂഷ അവർക്ക് കാണത്തില്ല, നിന്റെ അത്ര വചന വെളിപ്പാട് അവർക്ക് കാണത്തില്ല. പക്ഷെ നിന്റെ മേളിൽ ദൈവം ആക്കി വെച്ച ഓഫീസിനെ നീ ഹോണർ ചെയ്യണം. നമ്മുടെ മേൽ ദൈവം ആക്കി വെച്ച ഓഫീസിനെ ഹോണർ ചെയ്യണം. രക്തത്താലെ ജയം, രക്തത്താലെ ജയം. ചിലപ്പോൾ അവരുടെ ഭാഗത്ത് കുറവ് കാണും. ആ കുറവ് ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കണം. ദൈവം പറഞ്ഞാൽ അവരോട് പോയി സംസാരിക്കണം. അല്ലാതെ അവരെ പരസ്യകോലമാക്കാൻ നീ നിൽക്കരുത്. അവരെ പരസ്യകോലമാക്കാൻ നീ നിൽക്കരുത്. അവർക്കെതിരെ എതിരാണോ അവർക്കെതിരെ സംസാരിക്കാനോ
അവർക്കെതിരെ കൂട്ടുകെട്ട് ഉണ്ടാക്കാനൊന്നും നിൽക്കരുത്. നോഹ നഗ്നനായി കിടക്കുന്ന സത്യം തന്നെയാ. പക്ഷെ അത് വെളിയിൽ പോയി പറഞ്ഞ മകന് സംഭവിച്ചത് എന്തുവാ? എത്ര പേർക്ക് മനസ്സിലാകുന്നു? പക്ഷെ മറ്റേ രണ്ടു മക്കൾ നഗ്നത മറച്ചു. അഭിഷക്തന്മാരുള്ള ദൂത കേട്ടോ, എബിപാസ്റ്ററുള്ള ദൂത. നഗ്നത പറയുന്ന ഒത്തിരി പേര് കാണും. പക്ഷെ അതിനകത്ത് അപ്പന്റെ നഗ്നത മറയ്ക്കുന്ന തലമുറകൾ എഴുന്നേൽക്കണം. ആത്മിക പിതാക്കന്മാരുടെ, മാതാക്കന്മാരുടെ, നിന്റെ ദൈവസഭയുടെ നഗ്നത മറക്കണം. പെന്തക്കോസിനകത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പെന്തക്കോസിനകത്തെ 3-ാം തലമുറയാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ഒരു പാരമ്പര്യ സഭയെ പ്രസംഗിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, വഴക്കുണ്ടാക്കിയവനൊക്കെ എന്തിയേ, സഭയ്ക്കെതിരെ കളിച്ചവനൊക്കെ എന്തിയേ? എടാ, മതിലിടിക്കുന്നവനെ പാമ്പ് കടിക്കുന്ന ദൈവവചനമാണെങ്കിൽ യുദ്ധം ചെയ്തവനൊക്കെ തകർന്നു. എന്നാൽ അതിനകത്ത് പരമാർത്ഥത്തോട് ദൈവത്തെ സേവിച്ചവരുടെ തലമുറയൊക്കെ ആശാരിയുദ്ദേശിയുടെ ഭാഷയെ പറഞ്ഞ മിന്നി നടക്കുക, മിന്നി നടക്കുക, മിന്നി നടക്കുക. ദഹിച്ചാലും ദഹിച്ചില്ലെങ്കിലും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. റോയ് പാസ് വിളിച്ചപ്പോ ഞാൻ ഒഴിയാനാ നോക്കിയത്. എനിക്ക് മീറ്റിങ്ങിന് ഒരു കുറവുമില്ല, എനിക്ക് തറ നിൽക്കാൻ സമയമില്ല. രക്തത്താല് ജയമെടുക്കുന്നു, രക്തത്താല് ജയമെടുക്കുന്നു. എന്നെ നിങ്ങളാരും വിളിക്കണ്ട, എനിക്ക് നിർബന്ധവും. പക്ഷേ കർത്താവ് കൈമാറുന്ന ദൂത് കൈമാറണം. നുണ പറയാനല്ല നിന്നെ വിളിച്ചത്, കൂട്ടിപ്പിടിക്കപ്പിക്കാനല്ല നിന്നെ വിളിച്ചത്, അസൂയ പറയാനല്ല നിന്നെ വിളിച്ചത്, അഭിഷേകം പറയാനാ, ദൈവ വെളിപ്പാട് പറയാനാ, ദൈവ ശുശ്രൂഷ നീക്കാനാ. അതന്നെ ഘടകസിയ. വീട്ടിലെ ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കുന്ന അമ്മമ്മയുടെ അന്യഭാഷ ദൈവത്തിന് വേണ്ട. വീടിനകത്ത് ജയിക്കാത്ത അച്ഛന്റെ പ്രബോധനം ദൈവത്തിന് വേണ്ട. കുഞ്ഞു കളിക്കാനുള്ള സ്ഥലമല്ല ഇത്. നിനക്ക് കുഞ്ഞു കളിക്കാനുള്ള വേദിയാണോ ഇത്? ഇത് വില കൊടുത്ത് അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു തലമുറ, ദൈവശക്തിയെ വെളിപ്പെടുത്തുന്ന പ്ലാറ്റ്ഫോമാ. ചങ്കിലെ ചോര നൽകി വീണ്ടെടുത്ത ഒരു കൂട്ടമായി ഇതിനകത്ത്. നിനക്ക് വിലയില്ലെങ്കിലും അവസാനത്തുള്ളിൽ രക്തം തന്ന അപ്പച്ചനാ ഇതിന്റെ ഉടമസ്ഥൻ. കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി പറഞ്ഞതുപോലെ, ഇതിനൊരു കപ്പിത്താൻ ഇല്ലെന്ന് ചിന്തിക്കരുത്, ഇതിനൊരു കപ്പിത്താൻ ഇല്ലെന്ന് ചിന്തിക്കരുത്. ദൈവസഭയ്ക്ക് ഒരു കപ്പിത്താനുണ്ട് കേട്ടോ. എല്ലാരും കയറി കപ്പിത്തന്മാരാകാൻ ഒക്കത്തില്ല. എല്ലാവർക്കും കളിക്കാനുള്ള സ്ഥലമല്ല. ഇച്ചിരി സമയത്തേക്ക് ദൈവം മിണ്ടാതിരുന്നെന്ന് വരും. പക്ഷെ ഇതിനൊരു ഉടമസ്ഥനുണ്ട്, ഇതിനൊരു യജമാനനുണ്ട്, ഈ തോട്ടത്തിനൊരു യജമാനനുണ്ട്. നിനക്ക് സുഖിച്ചു പൊളിക്കാനാണോ? നിന്റെ ദ്രവ്യാഗ്രഹങ്ങളുടെ കൗശലവാക്കുകൾ എറിയാനാണോ? നിന്റെ തലമുറയ്ക്കും വേണ്ടി ഇല്ലാത്ത പ്രോജക്റ്റുകൾ പറഞ്ഞ്, കള്ളത്തരങ്ങൾ പറഞ്ഞ്, ഫോഴ്സുകൾ പറഞ്ഞ് പിരിവ് നടത്തി ജീവിക്കാനാണോ നീ വഴി തിരഞ്ഞെടുത്തത്? മനസാന്തരപ്പെട്ടോണം കേട്ടോ. കെട്ടിവെപ്പ് ഉണ്ടാക്കല്ലേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും കരുതണ്ട, ശാപം കരുതാതിരുന്നാ മതി. ഇതിനകത്ത് കുമിഞ്ഞുകൂടുക ശാപം കേട്ടോ. ഇതിനകത്ത് കുമിഞ്ഞുകൂടുക, ഇതിനകത്ത് കുമിഞ്ഞുകൂടുക. ആത്മലോകത്തെ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആത്മലോകത്തെ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വളരെ ഗൗരവത്തോടെ. ഇതിനകത്ത് വന്നില്ലെന്നേ ഉള്ളൂ. എടാ, ഞാൻ ചിന്തിക്കും, കയ്യിൽ എന്തിനാ യാഗമർപ്പിക്കാൻ കയറിയേ? യാഗമർപ്പിക്കാൻ കയറാതിരുന്നാ പോരായിരുന്നോ? കയറി ഇറങ്ങിയപ്പോഴാ ഒരു കൊലപാതകാത്മാവ് അവന്റെ അകത്ത് വന്നേ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? യാഗമർപ്പിക്കാതെ വീടിനകത്ത് നിന്നാ പോരായോ? എന്തിനാ പെന്തക്കോസി വന്നേ? എന്തിനാ മറ്റാരാധന വിട്ട് ഇതിനകത്ത് വന്നേ? എന്തിനാ ഈ പുസ്തകവുമായിട്ട് ദൈവത്തിന്റെ വേലക്കാരനായി ഇറങ്ങിയത്? കയ്യിനാകാനാണോ? കയ്യിനാകാനാണോ? എബിപ്പാസ്റ്ററോട് ദൈവം ചോദിക്കാൻ, നീ കയ്യിനാകാനാണോ ഇറങ്ങി തിരിച്ചേ? രമന. എനിക്കറിയാം ചില ഷാർപ്പാകുന്നുണ്ടെന്ന് അറിയാം. ഇത് എന്നെ തന്നെ കുത്തിത്തുളയ്ക്കുക, ഇതെന്നെ തന്നെ കുത്തിത്തുളയ്ക്കുക. ഒറ്റ ദൈവം, ഒരേ യാഗപീഠം, ഒറ്റ സഹോദരന്മാർ. ഒരുത്തൻ തിരിച്ചിറങ്ങിയത് ആനന്ദത്തിലാ, മറ്റൊരുത്തൻ തിരിച്ചിറങ്ങിയത് എങ്ങനെ സഹോദരനെ ഒടുക്കാമെന്ന, എങ്ങനെ സഹോദരനെ ഇല്ലാതാക്കാമെന്ന, എങ്ങനെ സഹോദരനെ നശിപ്പിക്കാമെന്ന. മറ്റുള്ളവനെ നശിപ്പിക്കാനുള്ള ആത്മാവ് എവിടുന്ന വരുന്നേ? മറ്റു ദൈവദാസന്മാർക്ക് എഴുതാനുള്ള ആത്മാവ് എവിടുന്നാ വരുന്നേ?
ചില പ്രസംഗത്തിന്റെ മുറികൾ എടുത്തോണ്ട് പരസ്യകോലമാക്കാനുള്ള ആത്മാവ് എവിടുന്നാ വരുന്നേ? ആ, ലോകമനുഷ്യൻ ചെയ്യാത്ത കാര്യം ചെയ്യാനാണോ ദൈവം നമ്മളെ അഭിഷേകം ചെയ്തത്? ഓ, ഒരു കൂട്ടം മടങ്ങി വരണം. ഇതിന്റെ അകത്തൊരു വിശുദ്ധ കൂട്ടം എഴുന്നേക്കണം. ജയം. ഈ 40 ദിവസത്തെ ഉപവാസം ദൈവസഭയ്ക്കകത്തൊരു ഉണർവാകട്ടെ. എനിക്കറിയാം റോയ്പാസ സഭയിലുള്ളവരല്ല, കുറച്ചുപേരെ കാണത്തുള്ളൂ. ലോകം, ഓ, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവമക്കൾ ഇതിനകത്ത് വരുന്നേ. ഇതൊരു മൂവ്മെന്റാ കേട്ടോ, ഇതൊരു മൂവിങ്ങാ. ഓ, ലിമ നഗടകസിയ ലഗടകസിയ. ഇപ്പൊ ഇത് ഓൺലൈൻ ആണെങ്കിൽ ഇത് ഓഫ്ലൈൻ ആയിട്ട് മാറും. ഇതിന്റെ കൂട്ടായ്മകൾ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കും, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കും. ശക്തമായൊരു കൂട്ടം ഇതിനകത്തുനിന്ന് പുറത്തു വരും. ആത്മനിയോഗത്തിൽ ആ ദൈവം നൽകിയ ദർശനം വിട്ടുമാറാതെ നിന്നാ മതി. ജയം. ഇരുന്ന് എന്റെ വയറൊക്കെ കൊളുത്തിപ്പിടിച്ചു. ഞാൻ ശാന്തമായി നിന്ന് സംസാരിക്കണമെന്നൊക്കെ ചിന്തിച്ചാ വന്നത്. ഇനി എനിക്ക് ഇതിനു ശേഷം ഒരു സന്ദേശം ഇനിയുണ്ട്. 10 മണിക്ക് അടുത്തൊരു മെസ്സേജ് ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പരിശുദ്ധാത്മാവ് കൈമാറുന്ന ദൂത് കൈമാറുക. ഇതിനകത്ത് ചിലതൊക്കെ അടുത്ത തലത്തിലോട്ട് കയറി വരണം, അടുത്ത ലോകത്തോട്ട് കയറി വരണം. അടുത്ത നിങ്ങളുടെ മേൽ ഇറങ്ങി നിൽക്കുന്ന ഒരു ആത്മബലമുണ്ട്. ഗേഗസിയെ പോലെ നയമാന്റെ പുറകെ പോയി. ഓ, എലീശ പറയുക, എന്റെ ആത്മാവ് നിന്റെ കൂടെ വന്നായിരുന്നെന്ന്. എന്റെ ദൈവമേ, ഈ പ്രസംഗിക്കുക മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് എന്റെ കൂടെ സഞ്ചരിക്കുക. ഞാൻ എടുക്കുന്ന ഫോണ് ദൈവാത്മാവ് കാണുക, ഞാൻ സംസാരിക്കുന്ന വ്യക്തികളെ ദൈവാത്മാവ് കാണുക, എന്റെ ഇടപാടുകൾ ദൈവാത്മാവ് കാണുക. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എലീശ പറയുക, എന്റെ ആത്മാവ് നിന്റെ കൂടെ വന്നായിരുന്നു. ദൈവം പറയുക, ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെ നിൽക്കുക. ദൈവത്തെ ഭയമുള്ള ഒരു തലമുറ എഴുന്നേക്കണം. എങ്ങനെ ജീവിച്ചിട്ട് ഉൾപ്പെറ്റി കയറാൻ ഒക്കത്തില്ല കേട്ടോ. ഓ ഓ ഓ, ശക്തി വ്യാപരിക്കുന്നു, ശക്തി വ്യാപരിക്കുന്നു. ഇതിനകത്ത് ഒരു വിശുദ്ധ ഗണത്തെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഇതിനകത്ത് ഒരു വിശുദ്ധ ഗണത്തെ എഴുന്നേൽപ്പിക്കുക. ഒത്തുവാക്യത്തിന്റെ കാലം കഴിഞ്ഞു പോയി അച്ഛാ. ഭംഗി വാക്കുകളും കർണരസമാകുമാറുള്ള വാക്കുകൾ പറയുന്ന കാലം പറഞ്ഞുപോയി. പൗലോസ് പറയും, എന്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കല്ല, ആയി തുടങ്ങി ആയിൽ അവസാനിപ്പിക്കുന്ന കാലം കഴിഞ്ഞുപോയി. ഊടാ മമന ഘടകസിയ, കളവിക്കഥകളും കെട്ടിക്കഥകളും പറഞ്ഞ് ഊടാ വലഘടക സിയാത്തുര പ്രാസമൊപ്പിച്ചുള്ള പ്രസംഗങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. അഭിഷേകമുള്ള ഒരു തലമുറ എഴുന്നേക്കുക. സൂര്യ നീ ഗിബിയോന് നിൽക്കാൻ പറഞ്ഞാൽ സൂര്യൻ നിൽക്കുന്ന, ചന്ദ്ര നീ അയ്യലോ താഴ്വരെ നിൽക്കാൻ പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന അഭിഷേകമുള്ള ഒരു കൂട്ടം എഴുന്നേക്കുക. നമ്മൾ നിറവ് പ്രാപിച്ചത് എവിടെ നിന്നാണെന്ന് അറിയാമോ? നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാ. നമ്മുടെ മേൽ കൃപ കത്തുന്ന എവിടെ നിന്നറിയാമോ? ഉടവാലക അവന്റെ നിറവിൽ നിന്നാ. രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു. അടുത്തൊരു ആത്മതലത്തിലേക്ക് ദൈവമക്കൾ കയറട്ടെ. എവിടൊക്കെയോ ബ്ലോക്ക് ആക്കി നിർത്തിയ, എവിടൊക്കെയോ സ്റ്റക്കാക്കി നിർത്തിയ നിത്യത എന്നുള്ള വെളിപ്പാട് നഷ്ടപ്പെടരുത് കേട്ടോ. സ്വർഗം എന്നുള്ള വെളിപ്പാട് നഷ്ടപ്പെടരുത്. മണ്ണെ പ്രതി മാണിക്യം വിടയരുത്. വീട് ഇട്ടേച്ചു പോണം, കാർ ഇട്ടേച്ചു പോണം, ഉള്ളതെല്ലാം ഇട്ടേച്ചു പോണം. കാഹളം ധ്വനിക്കാൻ സമയമായി. നമ്മൾ മരിക്കാൻ സമയമായെന്നേ. ദൈവം നിങ്ങൾക്ക് നല്ല വീട് തരട്ടെന്നേ. ദൈവം നിങ്ങൾക്ക് നല്ല കാര്യത്തിലൊന്നും ഞാൻ അസ്വസ്ഥനല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നാളെ ഒരു വീട് പ്രതിഷ്ഠിക്കാൻ പോവാ, നാളെ ഒരു വീട് പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കാൻ പോവാ, നാളെ അതിന്റെ ശുശ്രൂഷയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നല്ല കാര്യം തന്നെയാ, ഇതെല്ലാം നല്ല കാര്യം തന്നെയാ. പക്ഷെ നമുക്ക് വീടിനില്ല, ശാശ്വതമായൊരു വീട് ഒരുങ്ങുന്നുണ്ട്, ശാശ്വതമായൊരു വീട് നമുക്ക് ഒരുങ്ങുന്നുണ്ട്. ഓ, ഒരു തെളിഞ്ഞ അഭിഷേകത്തിലേക്ക് ദൈവമക്കൾ കയറുക, ഒരു തെളിഞ്ഞ ദൈവ സാന്നിധ്യത്തിലേക്ക് ദൈവമക്കൾ കയറുക. ലോകത്തിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പിശാചിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം പിശാചിനെ ജയിച്ചൊരുവൻ നിന്റെ കൂടെ ഉണ്ട്, ലോകത്തെ ജയിച്ചൊരുവൻ നിന്റെ കൂടെ ഉണ്ട്. ചില ഭയങ്ങൾ ഇറങ്ങിപ്പോകുന്നു, ചില ഭീതികൾ ഇറങ്ങിപ്പോകുന്നു. പിടിച്ചൊതുക്കുന്ന ചില വെല്ലുവിളികൾ ഒതുങ്ങി ഇറങ്ങിപ്പോകുന്നു. ഒരു കേട്ടുകേൾവി, നസറേയനായ ഒരു യേശുവിനെ കുറിച്ചുള്ള ഒരു കേട്ടുകേൾവി
ഇവരുടെ ജീവിതത്തെ തിരിച്ചു. ആ കേൾവി അവിടെ ജീവിതത്തെ തിരിച്ചെങ്കിൽ ദൈവത്തെ അനുഭവിക്കുന്നവരാ നമ്മള്. വി ആർ ടേസ്റ്റിംഗ് ഹിം. നമ്മൾ അവനിൽ അബൈഡ് ചെയ്യുക, അവനിൽ വസിക്കുക. അപ്പൊ ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മളിൽ ഒരു തിരിവ് വരത്തില്ലയോ? ഓ, ഒരു കേൾവി അവളെ തിരിച്ചെങ്കിൽ. ഒന്നുകൂടെ ഞാൻ നിന്ന് പറയട്ടെ. ഇവളെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇവളെ നസ്രേനിലോട്ട് വഴി നടത്താൻ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് എത്രയോ പ്രസംഗമുണ്ട്. യൂട്യൂബിൽ തന്നെ ഒന്ന് സ്ക്രോൾ ചെയ്താൽ എത്രയോ നല്ല ദൈവിക സന്ദേശം കേൾക്കും. പക്ഷെ ഇവക്ക് ആരെങ്കിലും ഉണ്ടോ? ഇവളോട് തന്നെ പറയുക, എനിക്ക് ആരുമില്ല പാസ്റ്റർ എന്ന് പറയുന്നിടത്ത് ഈ സഹോദരി വന്ന് നിൽക്കുക. എനിക്ക് ആരുമില്ലെന്ന് പറയാം ദൈവദാസിമാരുടെ അടുത്ത്, എനിക്ക് ആരുമില്ലെന്ന് പറയുന്ന ദൈവദാസന്മാരുടെ അടുത്ത് ഈ ദൈവദാസി എന്ന് പറയാം. നിങ്ങൾ വായിക്കണം മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ സഹോദരിയുടെ ഭാഗം ഒന്ന് വായിക്കണം. ഇവളോട് തന്നെ പറയാം ഞാൻ രക്ഷപ്പെടുവെന്ന്. നമ്മളോട് തന്നെ നമ്മൾ പറയണം രക്ഷപ്പെടുവെന്ന്. നമ്മളെ ബലപ്പെടുത്താൻ നമ്മളെ അത്ര ഒക്കുന്ന വേറെ ആരുമില്ല. ഇവളോട് തന്നെ പറയാം ഞാൻ രക്ഷപ്പെടും. എത്ര പേര് മനസ്സിലാകുന്നു? എടാ, ആര് രാഗിയാലും ആര് ശപിച്ചാലും നീ പറയണം എനിക്കൊരു ശാപവും ഏക്കത്തില്ല, എനിക്കൊരു വ്രാക്കും ഏക്കത്തില്ല, കാരണം ഞാൻ രക്ഷപ്പെടും. ഭയങ്കര നിയോഗം വെളിപ്പെട്ട് നിൽക്കുക കേട്ടോ. ഭയങ്കര നിയോഗം വെളിപ്പെട്ട് നിൽക്കുക. ലീവ് ചെയ്യേണ്ടവരൊക്കെ ലീവ് ചെയ്തോണം, ഒരു നിർബന്ധവും ഇല്ല എന്ന് പറഞ്ഞ അടുത്ത ദിവസം നിങ്ങൾ കയറാതിരിക്കരുത്. എബിപ്പാസ് വന്ന് എല്ലാവരെയും പറഞ്ഞു വിട്ടെന്ന് ചിന്തിക്കല്ലേ. എനിക്ക് അങ്ങനെ ഒത്തിരി പേരെ ഒന്നും എഴുതിയാ ഇവിടെ ഉറങ്ങുന്നവരെയൊക്കെ എനിക്കെന്തിനാ? എന്നാലും ദൈവസന്ധി വന്ന് ഉറങ്ങിയാലും അനുഗ്രഹ കേട്ടോ. ദൈവസന്ധി വന്ന് ഉറങ്ങിയാലും അനുഗ്രഹ. ഇതൊക്കെ ഞാനൊക്കെ പറയുന്നതേ ഉള്ളൂ. അപ്പൊ ദൈവമക്കളെ, നമ്മുടെ ആ ശുശ്രൂഷയുടെ പീക്ക് ടൈമിലാണ് നിൽക്കുന്നത്. നിങ്ങൾ സ്വീകരിച്ചോണം കേട്ടോ. കർത്താവ് എന്നെ അങ്ങ് പ്രസ് ചെയ്യുക. എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എനിക്ക് എന്തോ പറഞ്ഞ് നിർത്തണമെന്ന് അറിയത്തില്ല. അസാധാരണ സാന്നിധ്യം വെളിപ്പെട്ട് നിൽക്കുക. നിങ്ങൾ ആ അഭിഷേകത്തേക്ക് സ്വീകരിച്ചോ. എന്നെ കൊണ്ട് ഒന്നും നോക്കത്തില്ല കേട്ടോ. ഞാൻ നിങ്ങളെ കാട്ടി സാധാരണക്കാരനാ. പക്ഷെ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. എനിക്ക് ഉറപ്പാ, നിങ്ങൾ കരയെ വീണ മീനിനെ പോലെ പിടയണ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോ. സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന ഒരു തലമുറ, എനിക്ക് എന്തിനേക്കാട്ടും വലുത് ദൈവമാണെന്ന് പറയണം. എനിക്ക് എന്തിനേക്കാട്ടും വലുത് ദൈവ സാന്നിധ്യമാണെന്ന് പറയണം. ഏലിശയ്ക്ക് വലുത് ഗേഹസി അല്ല, ഏലിശയ്ക്ക് വലുത് നയമാനല്ല, ഏലിശയ്ക്ക് വലുത് ദൈവമാ. നമുക്ക് വലുത് നമ്മുടെ ദൈവമായിരിക്കണം. അങ്ങനെയൊക്കെ ചില അഭിഷക്തന്മാരെ എഴുന്നേറ്റുണ്ടല്ലോ, നിങ്ങൾ ദേശത്തെ ചലിപ്പിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവദാസന്മാരെ ദേശത്തെ ചലിപ്പിക്കും. എല്ലാവരും കണ്ണടച്ചാണ്. മഹത്വം വീഴുന്നു കേട്ടോ. തിക്കായ പ്രസൻസ് വീഴുന്നു. എനിക്കങ്ങ് കരയാൻ തോന്നുക. തിക്കായ പ്രസൻസ് വീഴുന്നു. തിക്കായ പ്രസൻസ് വീഴുന്നു. നഷ്ടപ്പെട്ട ക്രോമിലൂടെ മടങ്ങി വരണം. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങുന്ന ജടിക സുഖങ്ങൾക്ക് വേണ്ടി അഭിഷേകം കളയല്ലേ. ശിംശോനെ, നിനക്ക് കിട്ടിയ കൃപ നിന്റെ കുടുംബത്തിൽ ആർക്കും കിട്ടാത്തതാണ്. പക്ഷെ ഒരു ദലീലയുടെ സൗന്ദര്യത്തിന് മുമ്പിൽ നീ അതിനെ ഉടച്ചു കളഞ്ഞല്ലോ. ഹേമാസേ, നിനക്ക് കിട്ടിയ കൃപ നിന്റെ കുടുംബത്തിൽ ആർക്കും കിട്ടാത്തതാണ്. പക്ഷെ ലോകത്തെ സ്നേഹിച്ച ഹേമാസ് ആ കൃപയെ ഉടച്ചു കളഞ്ഞു. ശൗലേ, ബെന്യാമിൻ ഗോത്രത്തിന് ആർക്കും കിട്ടാത്തതാ. നിനക്ക് കിട്ടിയ രാജ്യത്വത്തിന്റെ അഭിഷേകം. പക്ഷെ നീ ദൈവത്തെ കണ്ടു വലുതായി വേറെ പലതിനെയും കണ്ടു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിപ്പോയി. യൂദയെ 12 പേരിൽ ഒരുവനല്ലായിരുന്നു നീ. 30 വെള്ളിക്കാശിനല്ലേ നീ അരിമനാഥനെ വിറ്റത്? 2 അധ്യായം പുറമോട്ട് മറിക്കുമ്പോ 300 വെള്ളിക്കാശ്
ഒരു സഹോദരി യേശുവിന്റെ കാൽക്കൽ ഉടച്ചു കളയുക. 300 വെള്ളിക്കാശു വിലയുള്ള സ്വച്ഛ ജഡമാംസി തൈലം യേശുവിന്റെ കാൽക്കൽ ഒരു വിലയും ഇല്ലാതെ ഉടയ്ക്കുക. പക്ഷെ നീ അരിമനാഥനിട്ട വില 30 വെള്ളിക്കാശാ. എടാ, 300 പണം വിലയുള്ളവൾ ഉടച്ചു കളഞ്ഞപ്പോ 30 വെള്ളിക്കാശിന് വേണ്ടി അരിമനാഥനെ വിറ്റ യൂദ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ഈ സന്ദേശം നമ്മളെ പിടിച്ച് കുലുക്കണം കേട്ടോ. ഞാന് എല്ലാം നിറവിനേക്കാൾ നിറയുന്ന ദൈവത്തിന്റെ കൃപയെ കുറിച്ച് വേറെ ആംഗിളിൽ പോകാനാ ചിന്തിച്ചത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നടത്തിയ. എനിക്കിതിനകത്ത് ഒരാളെ പോലും വ്യക്തിപരമായി പരിചയമില്ല. റോയ് പാസ്റ്ററെ പോലും എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഓരോന്നോട് സംസാരിച്ചിരിക്കുക. ദൈവം എന്നോട് സംസാരിച്ചിരിക്കുക. അടക്കം ചില മേലങ്കികൾക്ക് വേണ്ടി, ചില വെള്ളിക്കട്ടികൾക്ക് വേണ്ടി, ചില സ്വർണ്ണ കട്ടികൾക്ക് വേണ്ടി നീ എന്തിനാ ഇത് കൂടാരത്തിനകത്ത് കൊണ്ട് കുഴിച്ചിടുന്നേ? നീ നിമിത്തം ഇസ്രായേൽ മുഴുവൻ തോൽക്കുകയല്ലേ? കുഴിച്ചിട്ടേക്കുന്ന ചില സ്വഭാവങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു കളയണം. കർത്താവിന് നമ്മളെ ഉപയോഗിക്കണം. ഈ തലമുറയിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കണം. ആത്മശക്തി വെളിപ്പെടണം. കർത്താവേ, ഈ അഭിഷക്തന്മാരെ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. നീ ഞങ്ങളോട് സംസാരിച്ചല്ലോ. നിന്റെ ശക്തമായ എൻകൗണ്ടറുകൾ ഈ ദിവസങ്ങൾ ഉണ്ടാകാനിടയാകും. ഞങ്ങൾ അതിനുവേണ്ടി കൊതിക്കുന്നു. ഒരു വിശുദ്ധിയുടെ കൊതി ഞങ്ങൾക്ക് തരണമേ. ഒരു പ്രാർത്ഥനയുടെ കൊതി ഞങ്ങൾക്ക് തരണമേ. മണിക്കൂറുകൾ അനിഭാഷ പറയുവാൻ, മണിക്കൂറുകൾ വചനത്തിന്റെ മുൻപാകെ